So first of all, I would like to welcome our esteemed guest. ഒരു ഗസ്റ്റിലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശിവശങ്കർ സാർ എൻ്റെയൊക്കെ നമ്മളൊക്കെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്ന ആഗ്രഹിച്ച ഒരാളാണ്. നമ്മുടെ മേ ബി കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം തന്നെ ഈ മോഡൽ ഇവോൾവ് ചെയ്യാനുള്ള വൺ ഓഫ് ദ കോർ പില്ലർ. നമ്മുടെ പോളിസി മേക്കിംഗ് ആയാലും മറ്റു ഒരുപാട് കാര്യങ്ങളിൽ മേ ബി ഒരു 10 കൊല്ലം മുമ്പ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത ഓരോരുത്തരും എന്താ പറയുക, അത്രത്തോളം റെസ്പെക്റ്റോടും അത്രത്തോളം എപ്പോഴും നമ്മളൊരു മെന്റർഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശിവശങ്കർ സാർ. അപ്പോൾ ആളുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോസഫ് സാർ, നമ്മുടെ ബാറ്ററി ഇൻഡസ്ട്രിയിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വലിയൊരു റെവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിലെ ലീഡിങ് തന്നെയാണ് ബാറ്ററി മാനുഫാക്ചറിങ്ങിൽ ബീക്കൺ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ഇന്നോവേഷൻസിൻ്റെയും മറ്റു കഥകളൊക്കെ ആളുടെ സ്പീച്ചിൽ നമുക്ക് കേൾക്കാം. ഒരുപാട് ലേണിംഗ് സ്റ്റോറീസ് നമുക്ക് അതിൽ കിട്ടാൻ സാധിക്കും. ജോസഫ് സാറിനെ പാനലിലേക്ക് ഒന്നുകൂടി വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. അടുത്തായിട്ട് ഗോഡ്വിൻ പവിഴം പ്രൈസിനെ കുറിച്ച് ഞാൻ ഗോഡ്വിനായിട്ട് കുറച്ച് ഡിസ്കഷൻ ചെയ്തപ്പോൾ ഗോഡ്വിൻ പറഞ്ഞ ഒരു കാര്യമാണ്, മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പവിഴം പ്രൈസ് ഉണ്ട് വിത്ത് മോർ ദാൻ 40% മാർക്കറ്റ് ഷെയർ. അത് കേരള ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ അതുണ്ട്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ആൾക്കാർ 90% ആൾക്കാർ കഴിച്ചേക്കുന്ന ഭക്ഷണം അരി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പവിഴത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ ദാറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് പാനൽ. 2 ബിസിനസ് ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസികളിൽ ഇൻവോൾവ് ചെയ്ത ഒരാളുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പാനലാണ് നമ്മളോട് ഉള്ളത്. അപ്പോൾ നമ്മുടെ കോറായിട്ട് ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിനാണ് നമ്മുടെ ബിസിനസ്സിനെ കൂടുതലായിട്ട് ത്രൈവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവരോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആ എക്കോസിസ്റ്റത്തിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും, അതിൽ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് അവരുടെ പ്ലാനിങ്, ഇത്ര കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ ഈ പാനൽ ഡിസ്കഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് വിത്ത് നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും അവരുടെ ഒരു ഡിസ്കഷൻ പോലെ, ഫോർ എക്സാമ്പിൾ ബിസിനസ് ആയിട്ടുള്ള ആ സൈഡിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. എന്താണ് നിങ്ങൾ ബിസിനസ്സിൽ ഇപ്പോൾ കോർ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, പിന്നെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ആംഗിളിൽ ചെക്ക് ചെയ്യുന്നുണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ ഒരു പാർട്ടാണോ. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് സ്റ്റാർട്ടിങ് ഫ്രം ഗോഡ്വിൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. Thank you for the opportunity. So, നേരത്തെ പറഞ്ഞ പോലെ ഐ ബ്രീഫ് അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ പവിഴം എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. പവിഴം കംസ് അണ്ടർ ദി ബ്രാൻഡ് കോൾ അരിക്കാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടറാണ്. സോ വി ഹാവ് 4-5 ഡിവിഷൻ ഇൻ FMCG. വൺ ഇസ് ദി റൈസ് ഡിവിഷൻ. അതല്ലാണ്ട് വി ആർ ഇൻ ടു ഓയിൽസിൽ വി ആർ ഇൻ ടു റിഫൈനിങ് ഓഫ് റൈസ് ബ്രാൻ ഓയിൽ, കോക്കനട്ട് ഓയിൽ ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ഓയിൽസ്. അതല്ലാണ്ട് പിന്നെ വി ഹാവ് സ്പൈസസ് ആൻഡ് റൈസ് പൗഡേഴ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുഡ് FMCGയിലുള്ള ഇത്. ഈ ഫുഡ് ഫാദറിൻ്റെ ബ്രദറും കൂടി സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഞാൻ റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ്. ഐ ടുക്ക് ആഫ്റ്റർ ദി എക്സ്പോർട്സ് ആൻഡ് അതർ ബിസിനസ്സസ് അലോങ് വിത്ത് ദി FMCG കമ്പനീസ്. ഇതാണ് എൻ്റെ ഒരു മെയിൻ ബ്രീഫ്. ഡ്യൂറിങ് ദി ഡിസ്കഷൻ ഐ ക്യാൻ ഷെയർ മോർ അബൌട്ട് ദി വേ വി ഡു ദി ബിസിനസ്. Good morning, everybody. First of all, let me thank Prometheus and the management for inviting me for this panel discussion. എൻ്റെ പേര് ജോസഫ് കണിച്ചായി. ഞാൻ വരുന്നത് ആൽബിൻ്റെയൊക്കെ ചാലക്കുടി അടുത്ത് വൈന്ദല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ നെയ്ബേഴ്സാണ്. എൻ്റെ ഫാക്ടറി എയർപോർട്ടിൻ്റെ അടുത്ത് കാലടിക്കും അങ്കമാലിക്കും ഇടയിലാണ്. ബീക്കൺ പവർ സിസ്റ്റംസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ നടത്തുന്നത്. ബേസിക്കലി എൻ്റെ ഗ്രാൻഡ് ഫാദറും ഈവൻ ഞാനും സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളൊക്കെ ഓട്ട് കമ്പനിക്കാരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓടിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ ഓടായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വീട്ടിലൊക്കെ ഞങ്ങളുടെ ഡിസ്കഷൻ എപ്പോഴും ബിസിനസ്സാണ്. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് പിന്നോട്ടായിരുന്നു. ഞാൻ CA പോയി, പക്ഷേ ക്വാളിഫൈ ചെയ്തില്ല. കാരണം സീരിയസ് ആയിരുന്നില്ല.
കാരണം എപ്പോഴും ബിസിനസ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഓട് കമ്പനി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് ഒരു തോട്ട് വന്നു. ലൈക്ക് നമ്മുടെ നാട്ടിൽ ജനസംഖ്യ കുറഞ്ഞു വരുന്നു, എല്ലാവർക്കും 2 മക്കൾ, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, ആ ലെവലിലേക്ക് വരുമ്പോൾ പിന്നെ ഫ്ലാറ്റ് ജീവിതം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഭാവിയിൽ ഇതിനൊരു പ്രശ്നമുണ്ടാകുമോ എന്നൊരു സംശയം വന്നു. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് ഞാനൊരു ബാറ്ററി 35-40 കൊല്ലത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ, 35 കൊല്ലം എൻ്റെ പുതിയ ഫാക്ടറി തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബാറ്ററി ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഭയങ്കരമായിട്ട് ആലോചിച്ചെടുത്തൊരു ചാട്ടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ചിലർ പറയും ഭയങ്കര ഒരു പ്ലാൻഡ് ജമ്പിങ് ആയിരുന്നു, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് കാലുകുത്തിയേക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ ഒരു സുഹൃത്ത് അന്ന് കാലത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇൻഡെക്സ് ബ്രാൻഡ് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് അറിയാൻ, എൻ്റെ ഒരു ഏജ് 60 എബോവുള്ള ഏജുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പറയുകയാണെങ്കിൽ വികാട് കൊച്ചോസേപ്പ്, ഈ ജസ്റ്റിൻ എന്ന ഈ ഓണറുടെ പേര്, ഇവരൊപ്പം തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. വികാട് അങ്ങ് കയറിപ്പോയി, കൊച്ചോസേപ്പിടം കയറിപ്പോയി, ഈ ജസ്റ്റിൻ കയറാൻ പറ്റിയെന്ന് വെച്ചാൽ. പക്ഷേ ഈ ഇൻഡെക്സ് ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളത്ത് അന്ന് ഒരു 25 കൊല്ലം മുന്നൊക്കെ എന്തെങ്കിലും പരിപാടി നടക്കണമെങ്കിൽ ടൗൺ ഹാളിൽ നടത്തുക. അന്ന് വേറെ ഇങ്ങനെ വലിയ വലിയ ഹോട്ടൽസും ഇതൊക്കെ കുറവായിരുന്നു. 30 കൊല്ലത്ത് മുന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ടൗൺ ഹാളിലാണ്, എറണാകുളം ടൗൺ ഹാളിലാണ് മെയിനായിട്ട് എറണാകുളത്തെ എല്ലാ ഈവൻസും മെയിനായിട്ടുള്ള കണ്ടക്ട് ചെയ്യുക. അങ്ങനെ ഒരു സമയത്ത് ഇൻഡെക്സിൻ്റെ ആനുവൽ മീറ്റ് നടത്തിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്ന് നിറഞ്ഞിട്ട് ടൗൺ ഹാളിൽ ഇരിക്കാൻ പറ്റാണ്ട് ആൾക്കാർ പുറത്തിരിക്കേണ്ടി വന്നു. അത്രയധികം സ്റ്റാഫുകൾ 30 കൊല്ലം മുന്നേ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഇൻഡെക്സ് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനി. അവരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രചാരം കൊണ്ടുവന്നത്. അവർക്ക് ബോംബെ, ബാംഗ്ലൂർ, പൂനെ എല്ലായിടത്തും ഓഫീസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എന്താ പറയുക, വലിയൊരു ഏഷ്യാനെറ്റിലൊക്കെ സ്ഥിര അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയാവുന്നു. സംഭവം പല കാരണങ്ങളും കൊണ്ട് ആ കമ്പനി അവസാന ഘട്ടത്തിൽ അത് മോശമായിപ്പോയി. എനിക്ക് ഇൻഡെക്സിലുള്ള കണക്ഷൻ ഒരിക്കൽ യാദൃശ്യമായിട്ടൊരു ഫംഗ്ഷന് ഞാൻ ഈ ഇൻഡെക്സിൻ്റെ ഓണറെ എനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾ അടുത്തിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ജോസഫ് നിൻ്റെ ടൈൽ ഫാക്ടറിയിൽ എന്തോരം സ്ഥലങ്ങളുടെ? അപ്പോൾ പണ്ടൊക്കെ ഓട്ട് കമ്പനി നിങ്ങൾക്ക് അറിയാമല്ലോ, 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കറിലാണ് ഓട്ട് കമ്പനികൾ നിൽക്കുക സാധാരണ ടൈൽ ഫാക്ടറികൾ. എന്തോരം സ്ഥലമുള്ള, എനിക്ക് ഒരു വിശ്വസിക്കാവുന്ന ബാറ്ററി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററിയുടെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ബാറ്ററി ഇങ്ങനെ അന്ന് കാലത്തൊരു കറുത്ത പെട്ടിയാണ്. കറുത്ത പെട്ടിയിൽ ഇതിൻ്റെ ബാറ്ററിയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് പ്ലേറ്റ്സ്, എത്ര പ്ലേറ്റുകളുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത് പറ്റിക്കും, ഈ ജസ്റ്റിനെ പലരും പറ്റിക്കണ്. 100 AH ബാറ്ററി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 80 AH ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിക്ക് ഇത് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എന്നോട് ചോദിക്കണേ, പുള്ളിക്ക് എന്തോ നമ്മൾ തമ്മിലൊരു പരിചയമുണ്ട്, പിന്നെ അങ്ങനെ ഒരു പറ്റിക്കില്ല എന്നൊരു തോന്നലൊക്കെ ഉള്ളതാണ്. എന്നോട് ചോദിച്ചു, ജോസഫ് എനിക്ക് ബാറ്ററി ഉണ്ടാക്കി തരാമോ, നല്ല ലാഭമുള്ളൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാനൊരു 4 വർക്കേഴ്സ് വെച്ചിട്ട് ഞാൻ ബാറ്ററിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയിലേക്ക് വന്നത്. അല്ലാണ്ട് ഒരു വലിയൊരു പ്ലാനിങ്ങിൽ വന്നാൽ ഒരാൾ പറഞ്ഞു തുടങ്ങാൻ പറ്റുമെന്ന്, ലാഭമുണ്ടെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ബാറ്ററി ഫീൽഡിലേക്ക് വന്നു. പക്ഷേ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ഇൻഡെക്സ് എന്ന കമ്പനിക്ക് മാത്രം, അന്ന് കാലത്ത് ഇൻഡെക്സിന് മാത്രം കൊടുത്തിരുന്നുള്ളൂ. ഇൻഡെക്സ് എന്ന കമ്പനിക്ക് മാത്രം കൊടുത്തുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ആ കമ്പനിക്ക് എന്തെങ്കിലും പറ്റേ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റ് വലുതാക്കണമെങ്കിൽ വേറെ രീതിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പുതിയ പ്ലാന്റ് പണിത്. അങ്ങനെയാണ് ബീക്കൺ പവർ സിസ്റ്റംസ് എന്ന കമ്പനി എമർജ് ചെയ്തതും ഞങ്ങൾ ബാറ്ററി ഉണ്ടാക്കി തുടങ്ങിയതും. ഈ ബാറ്ററി ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് ടെക്നോളജിയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ഭയങ്കര എമർജിങ് ആയിട്ട് വന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ബാറ്ററി ടെക്നോളജി. കുറേ കൊല്ലങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ മെയിനായിട്ട് ലെഡ് ആസിഡ് ടെക്നോളജി, നമ്മുടെ കാർ ബാറ്ററി ലെഡ് ആസിഡാണ്, ഇൻവെർട്ടർ ബാറ്ററി ലെഡ് ആസിഡാണ്, ഈവൻ ടെലികോമിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, എല്ലാത്തിനും ഉപയോഗിക്കുന്ന ബാറ്ററികൾ ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു. റീസെൻ്റ്ലി കഴിഞ്ഞൊരു 10 കൊല്ലം മെയിനിൽ നോക്കണമെങ്കിൽ ടെക്നോളജി മാറി തുടങ്ങി. ഇപ്പോൾ ലിത്തിയം ബാറ്ററിയായി, ഹൈഡ്രജൻ ബാറ്ററികൾ വന്ന്, സോഡിയം അയോൺ. ഇന്നലെ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന്. നമ്മുടെ ഓട്ടോമോട്ടീവ് ബാറ്ററി ഇപ്പോൾ മെയിനായിട്ട് ലെഡ് ആസിഡ് തന്നെയാണ്, കാൽസ്യം ബേസ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇപ്പോൾ ഓട്ടോമോട്ടീവിൽ നമ്മുടെ കാറുകളിലൊക്കെ ഉപയോഗിക്കണത്. അതിൽ ചിലർ സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കണത് ലിത്തിയം ബാറ്ററി വിത്ത് ടൈറ്റനറ്റ് ബേസ്ഡ് ലിത്തിയം ബാറ്ററി ഓട്ടോമോട്ടീവിൽ ചെയ്യും. ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു കമ്പനി ചെയ്തു തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ എമേർജിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഇപ്പോൾ ഈ ബാറ്ററി സെഗ്മെൻറ്റ് നിലനിൽക്കണേ.
അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് ഓൾ ദ ഡിസ്ട്രിക്ട്സിൽ ഞങ്ങൾ ലെഡ് ആസിഡ് ബാറ്ററി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നാൾ അത് ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. മോഹൻലാൽ പറഞ്ഞ മാതിരി സമയമുണ്ട്, ദിനേശ എന്ന് പറഞ്ഞ മാതിരി ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പറയുമ്പോൾ ഒരു സമയമുണ്ട്. ഞങ്ങൾ ശരിക്കും ഈ ലിഥിയം ബാറ്ററി ഇവിടെ പ്രചാരമാവുന്നതിന് മുന്നേ ഞങ്ങൾ ലിഥിയം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ചൈനയിൽ പോയി ഈ ലിഥിയം ബാറ്ററികൾ കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് മെഷീൻസ് കൊണ്ടുവന്നു. ഞങ്ങൾ ബീക്കൻ്റെ ബ്രാൻഡിൽ ഞങ്ങൾ ലിഥിയം ബാറ്ററി ഞങ്ങൾ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ലിഥിയത്തിന് ഭയങ്കര എക്സ്പെൻസീവ് ടൈമായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എ ബാഡ് ടൈം. ഞങ്ങളുടെ ടൈം ശരിയായില്ല, ഞങ്ങളുടെ ആ വിഷൻ അവിടെ തെറ്റിപ്പോയി. അത് കാരണം ഞങ്ങൾക്ക് ആ യൂണിറ്റ് സക്സസ്ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ലിഥിയത്തിൻ്റെ സമയമാണ്. അന്ന് ഞങ്ങളത് പിടിച്ചു നിന്നെങ്കിൽ ടുഡേ വി വുഡ് ഹാവ് ബീൻ വൺ ഓഫ് ദ എന്താ പറയുക ലീഡിങ് ലിഥിയം മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ലിഥിയം സപ്ലയേഴ്സ് ഇൻ കേരളയാണ്. അപ്പോൾ അതിനും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ബിസിനസ്സിൽ സമയത്തിൻ്റെ ഒരു കാര്യം ഞാനവിടെ സൂചിപ്പിച്ചാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിലും അത് ഒത്തിരി റിലവൻസ് ഉണ്ട് ആ കാര്യത്തിന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് വി ഹാവ് ഓഫീസ് ഇൻ ഞങ്ങളിവിടെ കേരളത്തിൽ മുഴുവൻ കൊടുക്കുന്നുണ്ട്, കർണാടക തമിഴ്നാട്ടിൽ സപ്ലൈ ഉണ്ട്. ആൻഡ് നൗ വി ഹാവ് ഗോട്ട് ഓഫീസ് ഇൻ കെനിയ, നൈറോബി. എൻ്റെ മകനാണ് അവിടെ മാനേജ് ചെയ്യണേ. ഇപ്പോൾ ഞങ്ങളൊരു മാസം ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ബാറ്ററി എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മന്ത്ലി 1 or 2 കണ്ടെയ്നേഴ്സ് ആഫ്രിക്കയ്ക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നൈജീരിയയിൽ ഞങ്ങൾക്ക് ഉണ്ട്, സാംബിയയിലുണ്ട്, ടാൻസാനിയയിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓഫീസായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾക്ക് നൈറോബിയിലാണ്. നൈറോബി എന്ന് പറയുമ്പോൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട് ഈ ആഫ്രിക്കൻ കാപ്പിരികൾ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട രാജ്യം. അങ്ങനെയല്ല. നൈറോബി ഇസ് എ വണ്ടർഫുൾ പ്ലേസ്. അവിടെ ഫാനില്ല. കാരണം 365 ദിവസവും ഒരു 15-നും 25-നും ഇടയ്ക്ക് അവിടെ ടെമ്പറേച്ചർ. ഇപ്പം ആസച്ച് അവിടെ തണുപ്പാണ്, അവിടെ സെറ്റർ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നൈറോബി എന്ന് പറഞ്ഞാൽ അവിടെ ഫാനില്ല. വളരെ പ്ലസൻറ്റ് ക്ലൈമറ്റുള്ള സ്ഥലമാണ്. ഓൾമോസ്റ്റ് ഈക്വലൻ ടു ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയാണ്. വളരെ മോഡേൺ എല്ലാ കാര്യങ്ങളും, വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണമെങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ ടോള്, ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളം എത്രയും പറഞ്ഞാലും നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ ടോളിൻ്റെ പൊങ്ങുക. അവിടെ വണ്ടി വരുമ്പോഴേക്കും ടോൾ പൊങ്ങും. അപ്പോൾ തന്നെ ചെക്ക് പോകും. അങ്ങനെ എല്ലാം വളരെ അഡ്വാൻസ്ഡുള്ള രാജ്യമാണ് നൈറോബി. നൈറോബിയിൽ ഞങ്ങൾക്കൊരു ഓഫീസുണ്ട്. ആൻഡ് വി ആർ ഡൂയിങ് ലിറ്റിൽ ബിറ്റ്. അവിടെ ഞങ്ങൾ ബാറ്ററി, ലിഥിയം വെച്ചുള്ള ബാറ്ററി, സോളാർ സിസ്റ്റംസ്, ലെഡ് ആസിഡ് വെച്ചുള്ള ബാറ്ററി, ലിഥിയം ബാറ്ററികൾ കൂടുതൽ ഞങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ട് തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ സപ്ലൈ ചെയ്യണം. അപ്പോൾ വി ആർ എക്സ്പോർട്ടിങ് ഓൾമോസ്റ്റ് 1 or 2 കണ്ടെയ്നേഴ്സ് എവറി മന്ത്. ആൻഡ് കേരളത്തിൽ നിന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളിലേക്ക് ബാറ്ററി എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് അബൌട്ട് ബീക്കൺ. താങ്ക് യു. ഏതായാലും ബിസിനസ്സില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. ബട്ട് ഇറ്റ് ഇസ് വെരി അമേസിങ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒത്തിരി വളരെ ഹാർഡ് വർക്ക് ചെയ്ത് സെറ്റപ്പ് ചെയ്തൊരു എൻ്റർപ്രൈസസ് ഉണ്ട്. പക്ഷെ വളരെ അണ്ടർ ദ റഡാറാണ്. ഈ ബീക്കൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്രയധികം ഒരു മാർക്കറ്റിംഗ് എഫർട്ടൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വളരെ അത്ര ഒരു ക്വയറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ദ പോയിൻറ്റ് വാട്ട് ഐ വാണ്ടഡ് ടു മേക്ക് ഇസ് ദറ്റ് ഒരു ഇവിടെ പ്രദീപ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആയിട്ടാണല്ലോ. അപ്പോൾ ഇക്കോ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ജേർണി കൂടെ കടന്നു പോയിട്ടുള്ള കമ്പനീസിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ, സോ അങ്ങനെ കുറച്ച് പേരെ നെറ്റ്വർക്കിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ നിങ്ങളുടെ പുതിയ സംവിധാനത്തിന് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബോത്ത് ഈ രണ്ടുപേരുടെയും ബ്രീഫായിട്ടാണെങ്കിലും പറഞ്ഞ് കേട്ടത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ അറിയാവുന്ന ചില സ്റ്റാർട്ടപ്സുമായിട്ട് തന്നെ അവർക്ക് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം മേഖല. അപ്പോൾ അത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് സാധ്യതകൾ നമ്മുടെ ഇക്കോസിൽ കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പരിമിതിയാണ്. അത് ഓവർകം ചെയ്യാനായിട്ട് ഫണ്ടിങ് മാത്രമല്ല, ഫണ്ടിങ് ഇസ് ഓഫ് കോഴ്സ് ദയർ, പക്ഷേ അതിനൊരു സാധ്യത വരികയാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കും. അതൊരിക്കലും ഗവൺമെൻറ്റിനൊരു പോളിസി വഴി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു ഈ ഇപ്പം എന്താണ് ബാംഗ്ലൂരിൻ്റെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്, ബാംഗ്ലൂരിലാണ് ആദ്യത്തെ
ലെഗസി IT ഇൻഡസ്ട്രി, പഴയ സംവിധാനങ്ങൾ വെച്ചിട്ട് IT ഇൻഡസ്ട്രി തുടങ്ങുകയും ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സിസ്റ്റം ഒരു ഫ്ലൈ വീൽ എഫക്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മളൊരു കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്ലൈ വീൽ അവിടെ ഉണ്ട്. കേരളത്തിൽ ഇല്ലാത്തതും അതാണ്. അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ അവരുടെ കർമ്മമേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു കുറച്ചൊരു മൈൻഡ് ഷെയർ, അവർക്ക് അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇക്കോസിസ്റ്റം വളർത്തുക എന്നുള്ളതല്ല അവരുടെ പ്രധാന ഉദ്ദേശം. പക്ഷേ കുറച്ച് സമയം അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും കേരളത്തിൻ്റെ അടുത്ത വലിയ ലീപ്പിന് കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. താങ്ക് യു സാർ. ഇപ്പോൾ മൂന്നാൾക്കാരും ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ ഷെയർ ചെയ്തു. ഇനി സാറിനോടാണ് സാർ ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള എക്കോസിസ്റ്റം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൽ അതിൻ്റെ എക്സ്പെക്ട് സ്റ്റാർട്ടപ്പിൻ്റെ പോളിസി മേക്കിംഗ്, അതിൻ്റെ ബേസിക് ഫൗണ്ടേഷനൊക്കെ ലേ ചെയ്ത് സാറിന് ഒരുപാട് എഫർട്ടുണ്ട്. പിന്നെ ഇപ്പോഴായാലും നമ്മൾ ഇപ്പോൾ കറൻ്റ് കേരള സ്റ്റാർട്ടപ്പ് സിസ്റ്റം റൺ ചെയ്യുന്ന ഇപ്പോഴും റൺ ചെയ്യുന്ന നിങ്ങളന്ന് ക്രിയേറ്റ് ചെയ്ത സച്ചി സാറൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആ വിഷനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക എന്നുള്ള സിനാരിയോ ആയിരുന്നു ഒരു വർഷം കേരളത്തിൽ, മേ ബി 10 കൊല്ലം മുമ്പ്. പക്ഷെ അതിൽ നിന്ന് വിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നുള്ളതിനെ ഒരു അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജെൻ റോബോട്ടിക്സിൻ്റെ നമ്മുടെ ഫ്രണ്ടാണ് വിമൽ, അപ്പോൾ അവിടെ തന്നെ കഥ കേൾക്കുകയാണ്. ജെൻ റോബോട്ടിക്സ് അവർ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഐഡിയ ആയിരുന്നു. കോളേജിൽ വെച്ചാൽ ചെയ്ത EDC പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവർ വേറെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ആ സമയത്താണ് സാറിൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടി സാർ അവരെ തിരിച്ചു കൊണ്ടുവരികയും വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രൊജക്റ്റ് കൊടുത്ത് അങ്ങനെയാണ് അവർ തിരിച്ച് എക്കോസിലേക്ക് കയറിയത്. പിന്നെ ഇയർലി ഒരു 100 crores അടുത്ത് ടേൺ ഓവറുള്ള കേരളത്തിലെ ഒന്നാമത്തെ പ്രൗഡ് സ്റ്റാർട്ടപ്പ് ആയി മാറി. ബിക്കോസ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? റൈറ്റ് ആയിട്ട് അവർ പിക്ക് ചെയ്ത് റൈറ്റ് ഗൈഡൻസ് കൊടുക്കാൻ പറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മേ ബി ഒരു ജോബ് മേഖലയിലേക്ക് ഒതുങ്ങിപ്പോകേണ്ട ഒരു സംരംഭമായിരുന്നു ജെൻ റോബോട്ടിക്സ്. ഓക്കെ സാർ, അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ ഇന്നത്തെ കോർ ടോപ്പിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഏരിയയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഫാമിലീസ് ഭൂരിഭാഗമാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആ ഒരു ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ വൺ ഓഫ് ദ മെയിൻ ഓപ്ഷൻസ് വരുന്നത് ഐദർ റിയൽ എസ്റ്റേറ്റ് ഓർ ഗോൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ വിട്ടുകൊണ്ട് മേ ബി വൈ ദേ ഷുഡ് കൺസിഡർ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു ആംഗിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഇങ്ങനെ ആൾക്കാർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? വാട്ട്സ്ആയിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും പക്ഷേ ഒരു കാര്യമുള്ളത്, ഒരു ലെഗസി കമ്പനി ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പവിഴം പോലത്തെ ഒരു ഗ്രൂപ്പ് അവർ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്ന മേഖലയാണ്. ഫുഡിലായിരുന്നു അവർ തുടങ്ങിയത്, പിന്നെ അവർ ഓയിലിലേക്ക് മാറി, സ്പൈസസിലേക്ക് മാറി. ഇതെല്ലാം റിലേറ്റഡ് സെക്ടേഴ്സിലാണ്. അത് അവർക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്ന സെക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരു കമ്പനിയുടെ ഗ്രോത്തിനെ സഹായിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രസക്തമാണ് എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഗ്രോത്തിന് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു കമ്പനി ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈൻ ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിയും ഫിനാൻഷ്യൽ റിട്ടേൺസും ഒരു സന്തോഷവും ഒരു സംരംഭം കൂടെ കൊണ്ടുവന്നു എന്നുള്ളൊരു അത് എത്രത്തോളം മോട്ടിവേറ്റ് ആണെന്ന് എനിക്കറിയില്ല. അതിപ്പം ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അതാണൊരു നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്ന കാര്യം അതാണ്. ഇപ്പോൾ പല ആൾക്കാരും അവരുടെ പ്രൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അതൊക്കെ വളരെ വെൽത്തി ആയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ഫൗണ്ടേഴ്സ് ആയിരുന്ന ആൾക്കാർക്കെല്ലാം ഫാമിലി ഓഫീസുണ്ട്. അപ്പോൾ ആ ഫാമിലി ഓഫീസ് എല്ലാം ഇത്തരം സ്റ്റാർട്ടപ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഫഷണൽ റണ്ണായിട്ടുള്ള ഫാമിലി ഓഫീസാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൾച്ചർ നമ്മുടെ കേരളത്തിൽ കാര്യമായിട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ വീഗാർഡാണ് കുറച്ചെങ്കിലും അത് ചെയ്തു തുടങ്ങിയത് ഒരു പരിധിവരെ. അപ്പോൾ എനിക്കൊരു വളരെ രസകരമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കേരളത്തിൽ ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി വളരെ ഗ്രൗണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്സുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലൊരു പോളിസി ഫ്രെയിംവർക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്.
അപ്പോൾ കേരളത്തിൽ ഇന്നിട്ട് അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് 10,000-ഓളം സ്റ്റാർട്ടപ്സ് ഉണ്ട്. 10,000-ഓളം സ്റ്റാർട്ടപ്സ് എല്ലാം ഭംഗിയായിട്ട് പോകുന്ന അർത്ഥത്തില്ല പറഞ്ഞത്. 10,000-ഓളം സ്റ്റാർട്ടപ്സ് ഉണ്ട്. പക്ഷേ ഈ 10,000-ഓളം സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നുള്ളതിനും തീർച്ചയാണ്. അത്രയും നമ്പർ വരില്ലായിരുന്നു. ഇവർ 10,000 സ്റ്റാർട്ടപ്സ് ഫേസ് ചെയ്യുന്ന 20,000 പ്രോബ്ലംസാണ്. 20,000 പ്രോബ്ലംസ് പരിഹരിക്കുക എന്നുള്ളത് ആരെ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. അതാണ്ട് ഒരു ആൻട്രപ്രണറുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിച്ച് പോകണം എന്നുള്ളത്. പ്രദീപിനൊക്കെ നന്നായിട്ട് അറിയാം. പ്രദീപിൻ്റെ പ്രശ്നങ്ങൾ പ്രദീപ് തന്നെയാണ് പരിഹരിച്ച് പോകുന്നത്. അതിനൊരു പൊതുവൊരു സംവിധാനം. പക്ഷേ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിന് വേണ്ടി ഏർലി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റാർട്ടപ്സിന് ആദ്യത്തെ ലെവലിൽ ഒരു ചെറിയ പുഷ്, ആദ്യം വണ്ടി തള്ളി സ്റ്റാർട്ടാക്കണം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ തള്ളു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ ഇൻഫ്യൂഷൻ കൊടുക്കാൻ പറ്റും. അതിനുശേഷം കുറച്ചുകൂടി അടുത്ത ലെവൽ ഓഫ് ഫണ്ടിങ് വേണമെങ്കിൽ അതിനൊരു ഫ്രെയിം വർക്ക് ഇങ്ങനെ കൊടുക്കുക. അത് ഗവൺമെൻറ് കൊടുക്കുന്നതല്ല, പകരം ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അത് കേരളത്തിലാണ് നമ്മളാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞങ്ങൾ അന്ന് റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന 5 ലക്ഷം രൂപ ഒരു ഐഡിയ ഗ്രാൻറ്റ്, ഒരു ഐഡിയയെ ഒരു കോൺസെപ്റ്റിനെ ഒരു മിനിമം വർക്കബിൾ പ്രോഡക്റ്റായിട്ട് മാറ്റി. ഇത് 2015 കാര്യം ഞാൻ പറയണത്. മാറ്റുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ കൊടുക്കും. പിന്നെ അതിൻ്റെ സ്കെയിലപ്പ് ചെയ്യാനൊരു 15 ലക്ഷം രൂപ കൊടുക്കും. ഇതാണ് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന അസിസ്റ്റൻസ്. അതിന് വലിയ ഒരു സിസ്റ്റം വഴിയാണ് കൊടുക്കുന്നത്. പക്ഷെ 5-15 ആയതുകൊണ്ട് വലിയ കോൺട്രവേഴ്സിയോ വലിയ അഴിമതി ആരോപണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു. അതിനടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴൊരു സ്റ്റാർട്ടപ്പിന് ഒരു 2 കോടി രൂപ വേണം, അല്ലെങ്കിൽ 5 കോടി രൂപ വേണം. ഇതൊക്കെ 10 വർഷത്തെ മുമ്പുള്ള കാര്യം വെച്ച് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാവും പ്രാക്ടിക്കൽ പറയാം. ആ എമൗണ്ട് വേണമെന്നില്ല, അതിങ്ങനെ കിട്ടാനൊരു മാർഗ്ഗമില്ല. ബാങ്കുകൾക്ക് ഇങ്ങനെയുള്ള ഓർഗനൈസേഷന് ഫണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അവർക്ക് ട്രഡീഷണൽ ബിസിനസ്സസ് ഫണ്ട് ചെയ്യുന്നതിനാണ്. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനകൻസ്റ്റായിട്ട് പൈസ കൊടുക്കും. കൊളാറ്ററൽ ഉണ്ടെങ്കിൽ, അത് ലാൻഡോ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത്. ഈ സ്റ്റാർട്ടപ്സിന് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക്സ് കംപ്ലീറ്റ് ഫെയിലിയറായി. അവിടെയാണ് നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ ഫണ്ട്സ് ഉണ്ട്. അതിൽ ആ ഫണ്ടുകൾ ഞങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ് ഞങ്ങളൊരു എമൗണ്ട് തരാം. ഐ തിങ്ക് അന്ന് 15 കോടിയായിരുന്നു നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഫണ്ട് വിൽ ഓൾസോ ഹാവ് ടു പുട്ട് ഇൻ 15 crores. ആ 30 crores നിങ്ങൾ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സ്റ്റാർട്ടപ്സ് ഏത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സ്റ്റാർട്ടപ്സിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ തരാം, പക്ഷെ അതെല്ലാം പുറത്തുനിന്ന് എടുക്കാം. അങ്ങനത്തെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നു. അന്ന് നമ്മളൊരു ടെൻഡർ വഴി തന്നെ ഒരു ഏജൻസി ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു മഹാരാഷ്ട്ര ബേസ്ഡ് ഒരു ഏജൻസിയായിരുന്നു, യൂണിക്കോൺ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അവർ വന്ന് ഫസ്റ്റ് റൗണ്ടിൽ ഈ 30 crores അവരുടെ കയ്യിരിക്കുക. അപ്പോൾ അത് വലിയ പ്രശ്നമായി. ഗവൺമെൻറ് 30 കോടി ആയാലും മുങ്ങി എന്ത് ചെയ്യും. എന്തായാലും ഒരു റിസ്ക് എടുത്തത് കൊടുത്തു. 30 crores ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 5 years കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത 15 കോടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. ഗവൺമെൻറ് 15 കോടി ഇൻവെസ്റ്റ് ചെയ്ത് 15 കോടി ഇൻവെസ്റ്റ് ചെയ്ത് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിന് ഈ 15 കോടി തിരിച്ചു തരണം എന്നുള്ളതാണ് എൻ്റെ കരാറ്. 6 വർഷം കഴിഞ്ഞപ്പോഴാണ് അവരെനിക്ക് തോന്നുന്നു ആ 15 crores എന്നുള്ളത് 36 crores ആയിട്ട് ഗവൺമെൻറ് തിരിച്ചു കൊടുത്ത് അവർ ഫണ്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് അന്ന് അയാൾ എന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ, അതിൻ്റെ വോട്ടവർ കീ ഡ്രൈവറായിട്ടുള്ള പ്രതിഭനൊക്കെ അറിയാം, അനിൽ ജോഷി, അന്ന് എന്നെ വന്ന് കണ്ട് പറഞ്ഞൊരു പോയിന്റ്, സാർ ഞാൻ ഈ ഫണ്ട് റേസ് ചെയ്യുന്നത് മുഴുവനും ഗുജറാത്തീസിൻ്റെയും മാർവാരീസിൻ്റെയും കയ്യിൽ നിന്നാണ് പൈസ റേസ് ചെയ്യുന്നത്. ഈ അയാളുടെ ഈ 30 കോടിയിൽ അയാൾ കൊണ്ടുവന്ന 15 കോടി റേസ് ചെയ്യുന്നത് ഇവരുടെ നിന്നാണ്. സോ ഈ സെറ്റ് തന്നെ എനിക്കൊരു 100 crores ഒരു കേരള ഫണ്ട് എനിക്ക് റേസ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ ഫണ്ട് പുറത്തുനിന്ന് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ അവർക്കാണ് കിട്ടുന്നത്, ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് കിട്ടുന്നതാണ്. കേരളത്തിലുള്ള ആൾക്കാരുടെ നിന്ന്, കേരളത്തിലൊരു ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ റേസ് ചെയ്ത് തന്നിട്ട് ഒരു 100 കോടിയുടെ ഫണ്ടാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്കൊരു 1 കോടി ഇടാവുന്നൊരു 100 പേര്, അല്ലെങ്കിൽ 5 കോടി ഇടാവുന്നൊരു 20 പേരുണ്ടെങ്കിൽ എനിക്ക് ആ ഫണ്ട് റേസ് ചെയ്തിട്ട് കേരളത്തിൽ തന്നെ ഈ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ നല്ല റിട്ടേൺ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ അത്ര വലിയ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ അറിയില്ല. അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇവരെല്ലാവരും അത് ഉഗ്ര ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ചെയ്തത്, ഇവരെല്ലാവരും സ്വന്തമായിട്ട് ഫണ്ട് റേസ് ചെയ്തു. വേറൊരാൾക്ക് കൊടുക്കാനുള്ള മലയാളിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, വേറൊരാൾക്ക് കൊടുത്ത് ഇനി അവൻ ചെയ്ത് നമുക്ക് ഈ പൈസ ഒരാൾക്ക് സ്റ്റാർട്ടപ്പിന് കൊടുക്കാനില്ല, ഞാൻ കൊടുത്താൽ എന്താ കുഴപ്പം. അവരെല്ലാവരും സ്വന്തമായിട്ട് ഫണ്ടുകൾ റേസ് ചെയ്തു.
പക്ഷെ ഇതിനൊരു സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തി അതിന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു കലയാണ്. അതറിയാത്തതുകൊണ്ട് ഇവരെല്ലാം ഈ ഫണ്ട് റേസ് ചെയ്തു. പക്ഷേ അതേസമയം അവരൊക്കെ നല്ല ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇത് തെറ്റായൊരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ റേസ് ചെയ്ത ഫണ്ടുകൾ മുഴുവനും അൾട്ടിമേറ്റ്ലി റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കാനായിട്ട് എൻ്റെ പേയും ചെയ്തു. ഇതാണ് കേരളത്തിൻ്റെ ഒരു സാധ്യതയെന്നോ റിയാലിറ്റിയെന്നോ ശാപമെന്നോ പരിമിതിയെന്നോ എങ്ങനെ വേണോ ഓരോരുത്തർക്ക്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. അപ്പോൾ പുള്ളി അപ്പം യൂണിക്കോൺ രണ്ടാമത് പിന്നെ അതിനുശേഷം ഈ ഇതൊരു ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇത്രയ്ക്കൊരു മാറ്റം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി ലാർജ് സ്കെയിലൊക്കെ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് പ്രൊസീജിയറൽ ഇഷ്യൂസ് വന്നു. അങ്ങനെ അത് കുരുങ്ങിക്കിടക്കുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തെലങ്കാന ഹാസ് അനൗൺസ് 1000 crore ഫണ്ട് ഓഫ് ഫണ്ട്സ്. 1000 കോടി രൂപ. നമ്മൾ 30 കോടിക്കാണ് തുടങ്ങിയത്. നമ്മളുണ്ടാക്കിയ മോഡലാണ്. നമ്മളിപ്പോഴും ആ 30 കോടിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ. അത് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ്, ഫണ്ടിങ് സ്റ്റാർട്ടപ്സ് ഏർലി സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്സിനെ കണ്ടുപിടിക്കാൻ ഒരു മെക്കാനിസമുണ്ട്. ആ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം ഐഡിയ ഉള്ളതും അത്യാവശ്യം ഒരു ഡ്രൈവ് ഉള്ളതുമായിട്ട് കുട്ടികൾ തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ഐഡിയാസുമാണ്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട്, യങ് എൻ്റർപ്രണേഴ്സിന് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് അവർക്ക് വേണ്ടത് ഗൈഡൻസാണ്, മെൻറ്ററിങ് വേണം, ഗോ ടു മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം വേണം, ഫണ്ടിങ് വേണം. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഭയങ്കര തള്ളുകാരുമാണ്. കുറേ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്നിട്ടൊക്കെ പറയും. അപ്പോൾ ഇത് എത്രയാണ് വാസ്തവം, എത്രയാണ് ഈ പറയുന്നത്, ഈ വെള്ളവും പാലും വെള്ളവും തിരിക്കണം എന്ന് പറയുന്ന പോലെ അതിൽ നിന്ന് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ആ ഒരു മോണിറ്റർ ചെയ്ത് പോകുന്ന ഒരു ഫ്രെയിം വർക്കിനകത്തേക്ക് പോകുന്ന റോളാണ് ഈ ഫണ്ട് ഓഫ് ഫണ്ട്സ്, ഈ യൂണിക്കോൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് ചെയ്തിരുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുത്ത് ലിസ്റ്റ് ചെയ്യുന്നത് അവർ കുറച്ച് ഫണ്ട്സ് കമ്പനികൾ അവരെടുത്തുള്ളൂ. കൂടുതൽ അവർ തനിച്ച് കണ്ടുപിടിച്ചതാണ്. അവർ ബോംബെയിൽ നിന്ന് ഇയാൾ എല്ലാ മാസവും ഇവിടെ വന്ന് 3-4 ദിവസം ഇവിടെ താമസിച്ച് താല്പര്യമുള്ള കമ്പനികളോട് മീറ്റ് ചെയ്ത് അവർ ഡിസ്കസ് ചെയ്ത് അവരുടെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഈ മെയ്ഡ് വെരി ഗുഡ് ആൻഡ് ഹീ ഈസ് വെരി ഹാപ്പി അബൌട്ട് കേരള. ഈ സെഡ് ദാറ്റ് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. നമുക്കത് ആ സ്ട്രക്ചർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ മാസീവ് തിങ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു സബ്മിറ്റ് ഇൻ ദ ബിഗിനിങ്. താങ്ക് യു സർ. ആ ഒരു ഡീറ്റെയിൽ ഇൻസൈറ്റ് ആയിരുന്നു. എങ്ങനെയാണ് ആ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇവിടെ എത്തിച്ചത്, പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചലഞ്ചുകൾ എന്തൊക്കെ നേരിട്ടു. ഇപ്പൊ അനിൽ ജോഷിയൊക്കെ പിടിക്കുമ്പോൾ ഇപ്പൊ നൗ ഹി സിറ്റിംഗ് അറൌണ്ട് 1200 crores ഫണ്ടാണ്. ബിക്കോസ് ഹിസ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഓപ്പൺ നമ്മുടെ ഫിൻടെക് ആക്സിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 യൂണിക്കോൺ ആയിരുന്നു ഇന്ത്യയിൽ. ദേ ഗോട്ട് എ ഗുഡ് എക്സിറ്റ്. അങ്ങനെ കുറച്ച് കമ്പനികളൊക്കെ ഇപ്പോൾ ഒരു മേ ബി ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് ഡ്രാഗൺ എക്സിറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. അവരുടെ ഫണ്ടിനെക്കാട്ടും വലിയ എക്സിറ്റ് ആണ് അവർക്ക് ആ ഓപ്പണിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയത്. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഏകദേശം 10 ഇരട്ടി ലെവലിലാണ് അവർ എക്സിറ്റ് ചെയ്തത്. അങ്ങനെയുള്ള എക്സിറ്റിനാണ് ഡ്രാഗൺ എക്സിറ്റ്. അങ്ങനെ കുറെ യൂണിക്കോൺ, ഡ്രാഗൺ കുറെ പേരുകളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ കമ്മിങ് ബാക്ക്. ഇനി ഗോഡ്വിൻ, നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പവിഴം ഗ്രൂപ്പിൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്റ്റാർട്ടപ്പ് വിത്ത് റൈസ് അരിക്കാം എന്നുള്ള വാക്കിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഗോഡ്വിനായിട്ട് ഞാൻ കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ മനസ്സിലായത് നോട്ട് ഓൺലി ഇൻ റൈസ് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ബിസിനസ്സുകളാണ് ഇപ്പോൾ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനിൽ പോവാറുള്ളത്. അതോടൊപ്പം തന്നെ ഇനി മറ്റുള്ള പല ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോഴും എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നിങ്ങൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാറുള്ളത്? അപ്പോൾ ആദ്യം സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ എന്ത് ചെയ്താലും ആസ് എൻ ബിസിനസ് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്ത് ചെയ്താലും അതിൽ ഈ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് പയ്യെ നീങ്ങിപ്പോവും. അതാണ് ഈ റിയൽ എസ്റ്റേറ്റും ഇതിലൊക്കെ ഏത് ഡിസിഷൻ എടുത്താലും അതിൻ്റെ ഒരു പാർട്ട് ആ ബന്ധമായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വന്നേക്കണേ. എന്നാലും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഞങ്ങൾ തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി. ഐ മീൻ ഇവിടെ മാർക്കറ്റിൽ നെസസിറ്റി ആയതുകൊണ്ടാണ്.
ആദ്യം ഞങ്ങൾ ചെയ്തിപ്പോൾ അതർ സെക്ടേഴ്സിലേക്ക് മാറിയത് എന്നാൽ അരിയുടെ ഒരു വാല്യൂ ആഡ് പ്രൊഡക്റ്റാണ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പോൾ നെല്ല് പാടിക്ക് വില കിട്ടണമെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ വിൽക്കണം. അതായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്ത ഏറ്റവും വലിയൊരു ഡൈവേഴ്സിഫിക്കേഷൻ 3PL കമ്പനി തുടങ്ങി. ഞങ്ങൾ ഡയറക്റ്റ് ടു റീറ്റെയിലേഴ്സ് ഏകദേശം ഒരു 25,000 to 50,000 റീറ്റെയിലേഴ്സിന് ഡയറക്റ്റാണ് പ്രൊഡക്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ ക്വിക്ക് കോമേഴ്സ് ഇവരെല്ലാവരും ഇൻസ്റ്റൻറ്റ് ഡെലിവറി കൊടുക്കുമ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ വോളിയം നന്നായി കുറഞ്ഞു തുടങ്ങി. അപ്പോൾ വാട്ട് വി ഡിഡ് ഞങ്ങൾ അക്രോസ് കേരള 14 ഡിപ്പോ ഒടുങ്ങിയിട്ട് റീറ്റെയിലേഴ്സിന് അവരുടെ ഷോപ്പിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി വെച്ചാൽ മതി. അവർക്ക് ആ ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിത്തിൻ ഫ്യൂ അവേഴ്സ് ആ ഷോപ്പിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റീറ്റെയിലേഴ്സിനെ എല്ലാവരെയും ഞങ്ങൾക്ക് ചൂടിയും ഒരു ക്വിക്ക് കോമേഴ്സ് ആസ്പെക്റ്റിലേക്ക് അവർ ഗ്രൂ ചെയ്യാൻ പറ്റി. അവർ ഇൻവെൻട്രീസ് പണ്ടത്തെ പോലെ പണ്ടൊരു ഡിസ്ട്രിബ്യൂട്ടർ ആഴ്ചയിൽ ഒരു ദിവസം കടയിൽ പോവുള്ളൂ. അപ്പോൾ ഇവർക്കും കുറേ സ്റ്റോക്ക് എടുത്ത് വയ്ക്കണം. അത് മാറിയിട്ട് ഒരു ക്വിക്ക് കൊമേഴ്സ് രീതിയിലേക്ക് റീറ്റെയിലേഴ്സിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു അജണ്ട എന്ന് പറയുന്നത് നെസസിറ്റി കൊണ്ടാണ്. ഇപ്പോൾ ജോസഫേട്ടൻ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ ജോസഫേട്ടൻ ലിഥിയത്തിൽ ആ സമയത്ത് അങ്ങനെ കണ്ടില്ലെങ്കിൽ ദർ ഇസ് നോ ഫ്യൂച്ചർ ബിക്കോസ് കമ്മിങ് ഇയേഴ്സിൽ ലിഥിയം ഇസ് ഗോയിങ് ടു ടേക്ക് ഓവർ ദിസ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഞങ്ങളെപ്പോലെ ഫൗണ്ടേഴ്സ് കൂടുതൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി നെസസിറ്റി. ബട്ട് ദീസ് ഡേയ്സ് ഞങ്ങളൊക്കെ ജോയിൻ ചെയ്തപ്പോൾ വാട്ട് വി സെൽ ദറ്റ് ഞങ്ങൾ വി വർക്ക് വിത്ത് 1,500 പീപ്പിൾ ഞങ്ങളുടെ കമ്പനി പേറോളിൽ. അപ്പോൾ ടു എ ഡെസിഷൻ ടു ബി ടേക്കൺ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഇറ്റ് ടേക്ക് സോ മച്ച് ടൈം ആൻഡ് സോ മച്ച് തോട്ട് ഫോർ ദറ്റ്. സ്റ്റാർട്ടപ്പിൻ്റെ പിള്ളേർ അങ്ങനെയല്ല, അവരൊരു കാര്യം എന്ന് വിചാരിച്ചാൽ അന്ന് ചെയ്യും. അപ്പോൾ ബിക്കോസ് കോളേജിലൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നു. ബട്ട് വെൻ യു ആർ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് യു ഹാവ് ടു ആൻസർ ദി ബോർഡ്, ദർ ആർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെ കുറേ റോളിലുള്ള ആൾക്കാരുണ്ട്. ഇവരെ കൺവിൻസ് ചെയ്യണം. സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ്, സ്റ്റാർട്ടപ്പിന് ഒരു കാര്യം വിചാരിച്ചാൽ അവർ അടുത്ത ദിവസം ചെയ്യും. അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് എനർജി വിത്ത് ദം. അപ്പോൾ നൗ വി ആർ സപ്പോർട്ടിങ് 5-6 കമ്പനീസ് who are doing their product. അവിടെ സാറ് നേരത്തെ പറഞ്ഞ പോലെ വി ആർ നോട്ട് ഓൺലി ഡൂയിങ് ദെയർ ഫണ്ടിങ് ആസ്പെക്ട്, വി ആർ മെൻറ്ററിങ് ദം. എസ്പെഷ്യലി ഇപ്പോൾ കമ്പനീസിന് ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ഉണ്ട്. ആ ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ഒരു 10 crore അല്ലെങ്കിൽ ഒരു 15 crore കഴിഞ്ഞാലാണ് ഈ ട്രേഡ് മാർക്ക് ഇഷ്യൂസ് എവിഡൻ്റലി അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്യുമ്പോൾ വി ടേക്ക് കെയർ ഓഫ് ദാറ്റ്, വി ടേക്ക് കെയർ ഓഫ് ദി ഫിനാൻഷ്യൽസ് ഉണ്ട്. ബിക്കോസ് മിക്ക സ്റ്റാർട്ടപ്പും ലോസ് ആയിട്ടല്ല നിർത്തണേ, ക്യാഷ് ഫ്ലോൻ്റെ ഇഷ്യൂ കൊണ്ടാണ് നിർത്തണേ. അപ്പോൾ വി ബ്രിങ് അവർ എക്സ്പെർട്ടീസ് ദർ, വി പ്ലാൻ ദം, വി എക്സിക്യൂട്ട് ദെയർ ഫിനാൻഷ്യൽ ആസ്പെക്ട്. അപ്പോൾ നൗ വാട്ട് വി ഡു ഇസ് ദാറ്റ് നൗ വി അസോസിയേറ്റ് വിത്ത് നോട്ട് ഓൺലി ദി ഫണ്ട്സ് വിത്ത് ദി ഇൻഫ്ര വാട്ട് വി ഹാവ്, that are the logistics, the R&D, the finance and all the other resources we share with the startup. Now I am working with 5 brands. Most of them are my favorite space is quick commerce D2C brand, so mainly all are into that sector. Thank you. അതായത് നമ്മുടെ B2B-യിലേക്ക് ഒരു ക്വിക്ക് കൊമേഴ്സ് ഒരു വർഷം അതാണ്. ബിക്കോസ് വി മെയിൻലി ആർ മാനുഫാക്ചേഴ്സ് ഫോർ B2B കമ്പനീസ്. ഇഫ് യു സി ഈസ്റ്റേൺ, ഡബിൾ ഹോസ്, ഓൾ ദി മേജർ ബ്രാൻഡ്സ് ഞങ്ങൾ സപ്ലയറാണ്. വി ആർ പവിഴം എന്ന ലേബലിനേക്കാളും വി ആർ ആൻ ബിഗ് മാനുഫാക്ചർ കമ്പനി. വി ഹാവ് അറൌണ്ട് 20 മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വർക്ക് എന്ന് പറഞ്ഞാൽ ഐ ടെൽ യു അബൌട്ട് മൈ റീസെൻറ്റ് കമ്പനി. സോ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ കമ്പനി കോൾഡ് സ്നച്ച്. Snudge is a baby carrier company. While doing with them, they are doing around 1.5 crores. അപ്പോൾ അവരുടെ പ്രശ്നം ഇറ്റ് ഇസ് എ സിംഗിൾ ഫൗണ്ടർ, അല്ലെങ്കിൽ ഒരു 4-5 മെമ്പേഴ്സ് ടീമായിരുന്നു. 4-5 മെമ്പേഴ്സ് ടീമായിരുന്നു. അപ്പോൾ വാട്ട് വി ഡിഡ് ദാറ്റ് വി ബ്രോട്ട് ഇൻ അവർ എക്സ്പെർട്ടീസ്. അവർക്ക് പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യാൻ ചൈനയിൽ നിന്ന് ആവശ്യമുണ്ടായി. വി ബ്രോട്ട് റിസോഴ്സസ് ഫോർ ദാറ്റ്. നമ്മൾ അവരുടെ ഫണ്ട് ഫ്ലോ പ്ലാൻ ചെയ്തു, അവരുടെ ഓൺലൈൻ ഡെലിവറി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്സ് വർക്ക് ചെയ്യണത്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഫാദറിൻ്റെ ചോദിക്കുകയാണെങ്കിൽ വൈ കാണ്ട് യു സ്റ്റാർട്ട് എന്നേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതാവുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ദി ഫയർ ദേ ഹാവ്, ദി ഡിസിഷൻ ദേ ടേക്ക്, ദേ ഇവോൾവ് ഇൻ 1 or 2 days. മേ ബി ഇന്നൊരു തെറ്റാന്ന് കണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, വി ഡു ഇറ്റ് ഇൻ എ ലാർജ് സ്കെയിൽ. വി കാൺ ദി നെക്സ്റ്റ് ഡേ ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്ത് ശരിയാവില്ല അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി കൊണ്ടാണ് വി നൗ ഇൻവെസ്റ്റ് ഇൻ D2C ബ്രാൻഡ്സ്, ദി സ്റ്റാർട്ടപ്പ് ബ്രാൻഡ്സ്. അതായത് ഇപ്പോൾ പവിഴം ഇപ്പോൾ ആക്റ്റീവ്ലി ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ലുക്കിംഗ് ഇൻ ടു സം കൈൻഡ് ഓഫ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഗ്രോത്ത് സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഗോൾബിനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. ഗോൾബിൻ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പുതിയ ഐഡിയകളെ കുറിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അറൗണ്ട് ഒരു 10:30 തന്നെ ഞങ്ങൾ കോൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ബിക്കോസ് ഒരു അഗ്രി നമ്മുടെ ഒരു
D2C ഫാം ടു ഫോർ കമ്പനിയാണ് എൻ്റെ ആദ്യത്തെ കമ്പനി ഉണ്ടാവുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് വന്നപ്പോൾ ഹി കോൾഡ് മീ അറ്റ് ദാറ്റ് ടൈം. സോ ഐ റിയലൈസ് ദാറ്റ് ഹൗ മച്ച് ഇൻവോൾവ് ഗോഡ്വിൻ ആ പ്രൊജക്റ്റിൽ ഉണ്ട് എന്നുള്ളത്. കാരണം അത്രയ്ക്ക് പാഷനായിട്ട് ആളാണ് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അതിനോട് സൊല്യൂഷൻ തേടി പോകുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഫാമിലി ഓഫീസുകളിലൊക്കെ ഞാൻ കണ്ട മറ്റേ വലിയൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ ആർ ഹാർഡായിട്ട് ഒരു പ്രോബ്ലം കണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധനത്തിൽ ഇൻവോൾവ് ആയെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഡെപ്തിലേക്ക് അതിന് വേണ്ടി പോകും, ഡെപ്തിലേക്ക് അതിന് വേണ്ടി എഫർട്ട് എടുക്കും. അവർ ദേ ഡോണ്ട് ഹാവ് എനി 9 to 5 or nothing in their mind. അവരൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ അത് പ്രോബബ്ലി ഒരു ഫാമിലി ബിസിനസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് കൂടി ആയിരിക്കാം. കാരണം ഇപ്പൊ ഗോൾഡിനെ സംബന്ധിച്ചുള്ള ആന്റിയാണ് കാണുന്നത്, ദേ വർക്ക് ലൈക്ക് എനിത്തിങ്. ലൈക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പിലായാലും പലപ്പോഴും നമ്മള് അല്ലെങ്കിൽ ന്യൂ ഏജ് ഫൗണ്ടേഴ്സ് ഒക്കെ ഒരു പക്ഷേ വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെയുള്ള കുറെ വാക്കുകൾ അതിന്റെ ന്യൂ ടേബിൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫാമിലി ഓഫീസിൽ കണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംഭവം ദേ ആർ ഗോഡ് ഡീപ്പർ. ദേ ഒരു സാധനത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഡു എനിത്തിങ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു പോയിന്റ് ആഡ് ചെയ്യാണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ട 10 പൈസ 5 പൈസ മാർജിനില്ല. സ്റ്റാർട്ടപ്പിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവിടെ ആവശ്യത്തിന് പൈസ ഉണ്ട്. എസ്പെഷ്യലി ഒരു VC വന്ന് ഒരു ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ അവർ പിന്നെ ഇച്ചിരി ആശ്വാസമാവും. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളുടെ ഓഫീസ് ഇതിന് ഒട്ടും സെറ്റപ്പ് ഇല്ലാത്ത ഓഫീസിലാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഫൈൻ മാർജിനിൽ എഫിഷ്യൻസി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ ഇവോൾവ് ആയി പോയതാ. അപ്പോൾ എനിക്ക് ഈ സ്റ്റാർട്ടപ്പിൽ വരുന്നപ്പോഴും എനിക്ക് ഏറ്റവും വലിയ എക്സ്പേർട്ടി കൊടുക്കാൻ പറ്റിയത് ആ ഭാഗത്താണ്. ബിക്കോസ് ഞങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ഫാദറൊക്കെ ബിസിനസ് ചെയ്ത സമയത്ത് ആള് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എന്ന് വെച്ചാൽ 16%, 21% ഇൻട്രസ്റ്റ് റേറ്റിനാണ് ലോൺ എടുത്തത്. ഈ പൈസ തിരിച്ചടയ്ക്കണമെങ്കിൽ ഇത്ര എഫിഷ്യൻ്റ് ആവില്ലെങ്കിൽ പറ്റൂല. അപ്പം ആ ഒരു ഐഡിയോളജിയിൽ ഞങ്ങൾ വളർന്നുകൊണ്ടായിരിക്കും അതുപോലെ ആയത്. ബാറ്ററി ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് സെക്ടറാണ് ഇതിലുള്ളത്. ഇതൊരു ബിടെക് ഏരിയയും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഹൈ വോൾവിംഗ് ആണ്. ഇതിന്റെ ടൈം വരുന്നു, പിന്നെ എന്തോ ഒരു സിൽവർ ബേസ്ഡ് എന്തോ ബാറ്ററി വരാനൊക്കെ പോകുന്നവർ കേട്ടിട്ടുണ്ട്, സോളിഡ് സിൽവർ സംതിങ്. പിന്നെ ബാറ്ററിയെ കുറിച്ച് ഞാനിപ്പോ EV വെഹിക്കിൾ എടുത്ത് ഞാൻ അതിന്റെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് EVയില് നോ എഞ്ചിൻ. സോ ബാറ്ററി നല്ല ബാറ്ററി ആണെങ്കിൽ വണ്ടി പെർഫെക്റ്റ് ആയി. അപ്പൊ ആ രീതിയിലേക്ക് എഞ്ചിനെ പോലും മാറ്റുന്ന രീതിയിലേക്ക് ബാറ്ററി മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലൊരു ചാർജിങ് സ്റ്റേഷൻ, നമ്മുടെ ഏരിയയിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ലേ, ചാർജ് സ്റ്റേഷൻ റിസർച്ച് ചെയ്തപ്പോ ഇപ്പൊ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് ഇടാൻ പറ്റുന്ന 60 kV ഇടാൻ പറ്റുള്ളൂ. പക്ഷെ 60 kV ഇട്ട് കഴിഞ്ഞാൽ നാളെ 120 kV സാധനം ഹൈബ്രിഡ് മോഡൽ ഇറങ്ങി. അപ്പൊ ചൈനയിൽ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ അവിടെ ഇപ്പൊ പെട്രോൾ പമ്പ് പോലെ ബാറ്ററി ചാർജിങ് വന്നു. നമ്മുടെ വണ്ടി കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്ത് പോവാം. അപ്പൊ ആ ലെവൽ ഓഫ് ഇന്നോവേഷൻസ് ഇപ്പൊ ബാറ്ററിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മേഖലയിൽ ഇപ്പൊ ഗോൾഡിന് ഒരു കറക്റ്റ് ഒരു പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. നമുക്ക് അതായത് ഒരു ട്രഡീഷണൽ കമ്പനികളെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സമയവും കോസ്റ്റും കൂടുതലാണ്. പക്ഷെ സ്റ്റാർട്ടപ്പിന് അത് ക്വിക്ലി ക്യാൻ ബി ഏബിൾ ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ആംഗിളിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടോ, അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ അതിനുള്ള പ്രോസസ് ഉണ്ടോ? ശരിക്കും പറയാം, എനിക്കിപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പായിട്ട് യാതൊരു കണക്ഷനില്ല. ഞാൻ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രൊമത്തീസിൻ്റെ ഈ വെഞ്ചർ വളരെ അപ്രീഷിയേറ്റഡാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബാറ്ററി ഇപ്പം എൻ്റെ ഒരു ഫീൽഡ് പറയുകയാണെങ്കിൽ ബാറ്ററി ടെക്നോളജി ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ കൊല്ലവും ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇപ്പോൾ സ്കൂട്ടറുകൾ ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇനി സാധാരണ ചിലപ്പോൾ പെട്രോളും ഡീസൽ സ്കൂട്ടർ ഇല്ലാണ്ട് തന്നെ ആയിപ്പോവും. ഈവൻ ഡൽഹിയിൽ വന്നിട്ട് ഇനിയിപ്പോൾ 2028 ശേഷം ഇലക്ട്രിക് സ്കൂട്ടർ അല്ല ഡീസൽ സ്കൂട്ടർ പാടില്ല എന്നൊക്കെ നിയമം വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മേഖലയിൽ ലൈക്ക് എനർജി സ്റ്റോറേജ്, പിന്നെ ബസ് എന്ന് വെച്ചാൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, ഇലക്ട്രിക്, പിന്നെ റിന്യൂവബിൾ എനർജി, ഇതിലൊക്കെ ബാറ്ററിയുടെ പാർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ ഒരു ഓൺ ഗ്രിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാനൽ വെച്ചിട്ട് വീട്ടിൽ നമ്മളതിൻ്റെ എനർജി കുറച്ച് ഉപയോഗിക്കുന്ന എനർജി നമ്മൾ തിരിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് സേവ് ചെയ്യലാണ്. ഇനി അത് മാറിയിട്ട് സ്റ്റോറേജിലേക്ക് പോകും. സ്റ്റോറേജിലേക്ക് പോകുമെന്ന് വെച്ചാൽ 24 hours നമുക്ക് സ്റ്റോറേജിൽ കൂടെ തന്നെ വേണമെങ്കിൽ കിട്ടണ പോലെ ആക്കാം. ഈവൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 6 to 10 പീക്ക് ടൈമിൽ ഭയങ്കര ഓൾമോസ്റ്റ് 20-30% എക്സസ് ആണ് കറണ്ട്. ഇന്ന് പേപ്പറിലുണ്ട് നമുക്ക് മഴയില്ലെങ്കിൽ
ഇത്തവണ ഭയങ്കര പവർ കട്ട് വരും, നമുക്ക് ഇലക്ട്രിക് ഷോർട്ടേജ് വരും, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വലിയ വിലയ്ക്ക് 10 രൂപ കൊടുത്തൊക്കെ ഇലക്ട്രിസിറ്റി മേടിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ കൊടുക്കുന്നത് 6 രൂപയ്ക്കാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരിത് കൂട്ടും. ഇവരിത് വർദ്ധിപ്പിക്കാണ്ട് നിർത്തിയില്ല. കാരണം എത്ര നാൾ ഗവൺമെൻറ്റിന് 10 രൂപയുടെ ഇലക്ട്രിസിറ്റി നമുക്ക് 6 രൂപയ്ക്ക് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എനർജി സ്റ്റോറേജും വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഷിപ്പ് യാർഡ് ഒരു ബോട്ട് ഇറക്കിയിരുന്നു. ടൈറ്റാനൈറ്റ് ബാറ്ററി വെച്ചിട്ട് അവർ ഇപ്പോൾ ആദ്യം ഒരു ഈ ഇൻലാൻഡ് നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി നാളത്തേക്ക് ആ ബാറ്ററി ചാർജ് ചെയ്യേണ്ട, ഇറ്റ് വിൽ കീപ്പ് ഓൺ ഗോയിങ് ടൈറ്റാനൈറ്റ് വെച്ച് ചെയ്യുമ്പോൾ. പക്ഷേ അതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതൊരു ട്രയൽ പോലെ അവർ ചെയ്തതാണ്. ഈ മേഖലയിൽ ഒത്തിരി ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരു കമ്പനിക്ക് പറയുകയാണെങ്കിൽ ഈവൺ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ 10 പൈസ 15 പൈസ മാർജിനിൽ. അപ്പോൾ അവരുടെ ഒരു വോളിയം ഗെയിമാണ്. 10 പൈസ 15 പൈസ എന്ന് പറയുമ്പോൾ വോളിയം കൂടുതൽ പോയാൽ ഇപ്പോൾ എന്താ പറയുക, 1000 ഉണ്ടാക്കുന്നിടത്ത് 1 ലക്ഷം ഉണ്ടാക്കിയാലാണ് അവർക്ക് മെച്ചമായിട്ട് വരുള്ളൂ. ഈ ബാക്കി എല്ലാ ഇൻഡസ്ട്രികളിൽ വോളിയം അല്ല, ആ മാർജിൻസ്, ലൈക്ക് ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ്, അവിടെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിൽക്കുന്നത്. അപ്പോൾ ബാറ്ററി ഫീൽഡ് അത്രയും വോളിയം ഒരു ഗെയിമല്ല, വോളിയം ഗെയിമുള്ള സാധനമല്ല. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ടെക്നോളജി വോൾവ് ചെയ്യുമ്പോൾ എല്ലാത്തിലും നമുക്ക് പോയി ഫണ്ടിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അവർക്ക് പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ടെക്നോളജി ആയിരുന്നു അഡ്വൈസ് ചെയ്യാൻ പറ്റും. ആ ടെക്നോളജിയിൽ അവർക്ക് കുറച്ച് ഡീപ് ടെക് ടെക്നോളജി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഏതാണ് നല്ലതെന്ന് അറിഞ്ഞിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സോഡിയം അയോൺ ബാറ്ററി ഇപ്പോൾ ഭയങ്കര, ഇപ്പോൾ ലിത്തിയാണ് കയറിക്കൊണ്ട് തന്നെ. ലിത്തിയം നമുക്കിപ്പോൾ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലമായിപ്പോൾ. ലിത്തിയം ലെഡ് ആസിഡ് മാറി ഇങ്ങനെ, ഇപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലാൻഡ് ലൈൻ മാറ്റി മൊബൈലാവുന്നു. ഇപ്പോൾ നമ്മൾ കുഞ്ഞിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പലരും ഒരു 40-50 ഇയേഴ്സ് ഓൾഡൊക്കെ ഉണ്ട്. ഈ കുഞ്ഞിലുള്ളപ്പോൾ നമ്മൾ ഈ കറക്കണ ഫോണൊക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മളൊരു മൊബൈലിലാവുന്നു. നമ്മൾ 24 മണിക്കൂർ ഈ മൊബൈൽ നോക്കിയിരിക്കുന്ന സ്റ്റേജിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല എന്ന്. ആദ്യം വേറെ ചില ടെക്നോളജികളൊക്കെ വന്ന്, ഇപ്പോൾ അവസാനം ലേറ്റസ്റ്റ് വന്ന് ഇപ്പോൾ സൂപ്പർ ഇതുപോലത്തെ, ഇപ്പോൾ നമ്മൾ ഫിലിം വരെ എല്ലാം നമ്മളിപ്പോൾ മൊബൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ഞാനൊക്കെ ഒരു 15 വയസ്സുള്ള 20 വയസ്സുള്ളപ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഒരു മൊബൈൽ എന്ന് പറഞ്ഞ സാധനം കാണുന്നു, ഇതിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ടെക്നോളജി ഇവോൾവിങ് ബാറ്ററിയിൽ ഭയങ്കര ഫാസ്റ്റാണ്. എല്ലാ മേഖലയിലും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ബാറ്ററി മേഖലയിൽ ഒത്തിരി സ്റ്റോറേജ് ഇപ്പോൾ വേൾഡിലൊരു ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈവൺ ഇപ്പോൾ പ്ലെയിൻ പറക്കണമെങ്കിലും സ്റ്റോറേജ് വേണം, ബാറ്ററി വേണം. എന്ത് കാര്യം എടുത്താലും, ഇപ്പോൾ സബ്മറൈൻ പോകണമെങ്കിലും ബാറ്ററി വേണം. അപ്പോൾ എനിത്തിങ് ഈസ് കണക്റ്റഡ് വിത്ത് ബാറ്ററി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബാറ്ററിയിൽ ഭയങ്കരമായിട്ട് ഇന്നോവേഷൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ ഇലോൺ മസ്ക് തന്നെ നമുക്ക് ആദ്യം കൊണ്ടുവന്നല്ലോ, ഇപ്പം വാൾ മൗണ്ടഡ് എല്ലാം കൂടി ഒരു ഒരു ചെറിയ സാധനം വെച്ച് കഴിഞ്ഞാൽ വീട് കംപ്ലീറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി വളരെ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പോൾ ഈ മേഖലയിൽ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിലും പോയി നമുക്ക് ഫണ്ടും ഇല്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല, നമുക്ക് അതിനോട് സമയം ഉണ്ടാവില്ല. പക്ഷേ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് അവർ ചില ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ ഇന്നോവേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണ് ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഡിയം അയൺ ബാറ്ററി ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു കമ്പനി ഇറക്കി. ചിലപ്പോൾ ഇനി ഒരു പക്ഷേ കുറച്ചാൾ കഴിയുമ്പോൾ ലിത്തിയം മാറി നമ്മുടെ കാറുകളിലൊക്കെ സോഡിയം അയോൺ ആയിരിക്കും. ഇപ്പോൾ അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ പോലത്തെ കമ്പനികൾക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്ത് നമുക്കൊരു ഗൈഡൻസ് തരാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാത്തിലും പോയി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനാവും. നമ്മുടെ കയ്യിൽ അതിനുള്ള ഫണ്ടും ഇല്ല. പിന്നെ 2 എണ്ണത്തിൽ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. പിന്നെ ഫാമിലി ബിസിനസ്സിൽ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ലൈൻ കണ്ടുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞാനും ഓട്ട് കമ്പനിയിലാണ് വന്നത്. ഇപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ ഇവർ ആദ്യം അരിയിലായിരുന്നു, അത് മാറി ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ്, അരിയായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ അതല്ലാത്ത പ്രൊഡക്ട്സിലേക്ക് ഇവർ മാറി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ പല മേഖലകളിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. നമ്മൾ എല്ലാ മുട്ടയൊരു കൊട്ടയിലിടരുതെന്ന് പണ്ടേ ഉള്ള പഴമൊഴിയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വേറെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ ഫണ്ട് ചെയ്യാനും പറ്റും, അല്ലാത്ത തരത്തിൽ നമുക്ക് ഐഡിയാസ് തരാൻ പറ്റും. അപ്പോൾ അവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ലൊരു റോൾ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ചിന്ത പോവുക. നമുക്ക് എപ്പോഴും പുതിയ ഐഡിയാസ് വന്നിട്ടുണ്ടെങ്കിൽ സംബഡി ഹാസ് ടു ഹെൽപ്പ് അസ്.
അപ്പോൾ നമ്മളെല്ലാത്തിലും മിടുക്കലുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിയേനെ? നമ്മൾ എന്നെ മീറ്റിങ്ങിന് കിട്ടില്ലായിരുന്നു. ഞാൻ ഭയങ്കര സൂപ്പറായിരുന്നെങ്കിൽ മീറ്റിങ്ങിന് എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ അത്ര ആവാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് സ്റ്റാർട്ടപ്പുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല റോളുണ്ട് അതിനകത്ത്. പിന്നെ ഈ പറഞ്ഞമാതിരി സാറ് പറഞ്ഞമാതിരി 10,000 സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ എത്ര എണ്ണം വിജയിക്കേണ്ടതെന്ന്. ഈ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു യങ് മൈൻഡായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് കുറച്ച് കുറവുണ്ടാവും. എന്ത് കാര്യത്തിലും ഒരു എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ബിസിനസ് പരിചയമുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ആനി പുച്ചകഴിഞ്ഞ് ആനിയുടെ ടോക്കുണ്ട്, ആളുടെ ഫാദറിൻ്റെ, അവരൊക്കെ വളരെയധികം എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ ഗൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പുകൾക്ക് ഐഡിയാസ് തരാൻ പറ്റും. ഈ ഐഡിയാസ് നമ്മുടെ നെറ്റ്വർക്കിംഗ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി, നമ്മുടെ ഇതൊരു അനുഭവം വെച്ച് രണ്ടും കൂടി കൊളാബറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് വിജയിക്കും. നമ്മൾ തന്നെ ഒരു ഫോക്കസിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഫെയിലിയേഴ്സ് തന്നെ. ഇത് രണ്ടും കൂടി നമ്മുടെ ടെക്നോളജിയും എക്സ്പീരിയൻസും മെൻറ്റർഷിപ്പും എല്ലാം ചേർന്ന് പോകുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഫെയിലിയർ ആവേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ചിന്ത വേണം. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണം. നമ്മൾ നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പുള്ളി ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരാളൊരു ഐഡിയ പറയണം, എന്നാൽ ശരി കുറച്ച് പൈസ വരാമെന്ന് പറഞ്ഞു, ചാടിയും കൊണ്ട് ഇറങ്ങി അതിനകത്ത് പുറപ്പെടല്ലേ വേണ്ടേ. നമ്മളത് വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച് വി ഷുഡ് ബിൽഡ് എ ഫ്യൂച്ചർ ഓൺ സ്റ്റാർട്ടപ്പ്. നമ്മളൊരു ഭാവി കാണണം. ഭാവി എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് നമുക്ക് എന്ത് കൈമാറാൻ പറ്റും നമ്മൾ കാണണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ടപ്പ് വിജയിക്കുകയുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ആംഗിളിൽ പോകുമ്പോഴാണ് പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾ ഫെയിലറായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. കാരണം സുഹൃത്തുക്കൾ പലരും ഇപ്പോൾ ഇവിടെ കുക്ക് ബുക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് മറ്റേ മൈക്രോസോഫ്റ്റൊക്കെ ഗൂഗിളൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആകെ നമ്മളൊന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ പല പ്രാവശ്യവും ഈ അവരുടെ മീറ്റിങ്ങുകൾക്ക് പോകുന്നത് ഈ കുക്ക് ബുക്ക്. നമ്മുടെ മലയാളീസിൻ്റെ അങ്കമാലിക്കാരുടെ കമ്പനിയാണ്. എൻ്റെയൊക്കെ മക്കളുടെ കൂടെയൊക്കെ പഠിച്ച, എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഫ്രണ്ട്സായിരിക്കും, മക്കളുടെ കൂടെയൊക്കെ പഠിച്ച പിള്ളേർ തുടങ്ങിയിരിക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ വൺ ഓഫ് ദ റയാഫൈ എന്ന് പറയും. റയാഫൈ എന്ന് പറഞ്ഞ കമ്പനി വളരെയധികം ഫേമസ് ആയിട്ട് അവരിപ്പോൾ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു തോതിൽ തുടങ്ങി അപ്പോൾ അത് വളരെ കേരളത്തിൽ തന്നെ എനിക്ക് മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പൊക്കെ ആയിരിക്കും അത് അവരുടെയൊക്കെ മേ ബി. അപ്പോൾ അങ്ങനെ അതെന്ന് വെച്ചാൽ ഒരു വിഷനും അതുമൊരു ക്ഷമയും, നമ്മൾ പെട്ടെന്ന് എല്ലാത്തിലും ചാടി പുറപ്പെടാണ്ടിരിക്കുകയും, പിന്നെ ഇതുപോലെ ഈ എക്സ്പീരിയൻസുള്ള ഫാമിലി ബിസിനസ് ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവരുടെ ടെക്നോളജി, ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ ടെക്നോളജി വരുമ്പോൾ ദി സ്റ്റാർട്ടപ്പ് വോണ്ട് ബി എ ഫെയിലിയർ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. താങ്ക് യു ജോസഫ് മേഡം. ഹലോ. താങ്ക് യു ജോസഫ് ഏട്ടൻ. അതായത് ജോസഫ് ഏട്ടൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതായത് എപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരുടെ ഒരു മെൻറ്റർഷിപ്പ്, അല്ലെങ്കിൽ അവരായിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരു ചൊല്ല് പറയും, യു ആർ ആൻ ആവറേജ് ഓഫ് 5 പീപ്പിൾ അറൗണ്ട് യു. അതായത് നിങ്ങൾ നിൽക്കുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും നിങ്ങൾ. അപ്പം നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റും നിർത്താൻ പറ്റും. ദെൻ യു വിൽ ബി വൺ എമംഗ് ദം. നമ്മൾ ഇപ്പോൾ വേറൊരു കാര്യം കൂടി കേട്ടത്, സിലിക്കൺ വാലിയിലുള്ള എല്ലാവരും ആ ഒരു ആസ്പിറേഷൻ്റെ എത്തുന്നത് ബിക്കോസ് അവർ കാണുന്നതൊക്കെ ആ ലെവൽ ഓഫ് ആൾക്കാരെയാണ്. അപ്പോൾ ജോസഫ് ഏട്ടൻ പറഞ്ഞത് ഞങ്ങളിപ്പോൾ പ്രൊമിത്തിയസിൻ്റെ ഞങ്ങൾ പല ഡീപ് ടെക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസ്കഷൻ വരുമ്പോൾ, ബാറ്ററി ടെക്നോളജി ഡിസ്കഷൻ വരുമ്പോൾ ജോസഫ് ഏട്ടനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോസഫ് ഏട്ടൻ കണക്ട് ചെയ്തില്ല, സുനിൽ ദാസിലേക്ക് ഞങ്ങളെത്തി. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് അറിയാത്ത കുറേ ഏരിയകളിൽ ഞങ്ങൾ സ്റ്റാർട്ടപ്പിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2ഓളം ബാറ്ററി ടെക്നോളജികൾ സുനിൽ ദാസിൻ്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് ഏട്ടൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് നമുക്ക് ഇതുവരെ ലഭിച്ചേക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ജോസഫ് ഏട്ടൻ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു, റിയാഫൈ ഒരു 9ഓളം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ഫൗണ്ടറാണ്. അപ്പോൾ ദേ ആർ ഗ്രോയിങ് ലൈക്ക് എനിത്തിങ്. ഇപ്പോൾ അവർക്ക് അറൗണ്ട് ഒരു 320ഓളം പ്രൊഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ. ദേ ഹാവ് അറൗണ്ട് 120 മില്യൺ കസ്റ്റമർ ബേസ്. അതിൽ പലതും പെയ്ഡും അല്ലാത്തതായിട്ടാണ്. പക്ഷേ ദേ ആർ ഡൂയിങ് റിയലി ഗുഡ്. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ അവർക്കൊരു ഓഫീസുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. സോ സാർ, നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ വൺ ഓഫ് ദ കോർ ടോപ്പിക്, ഓക്കെ, അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ ഒരു ആസ് എ സ്റ്റാർട്ടപ്പ് പ്രൊമിത്തിയസ് ആസ് എ സ്റ്റാർട്ടപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ എങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് പ്രൊമിത്തിയസ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് യുണീക്കായിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമ്മളതിൽ കാണുന്ന ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് എക്കോസിസ്റ്റമാണ്. ആ എക്കോസിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ടുവരാം,
എങ്ങനെ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരാം, എങ്ങനെ പ്രൈവറ്റ് ഫണ്ട്, ഇപ്പോൾ നമ്മുടെ ഫണ്ട് നമ്മൾ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്, അതല്ലാതെ നമുക്ക് ഗ്ലോബൽ ഫണ്ടായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പൂൾ ചെയ്ത ഫണ്ടും ഉണ്ട്, പിന്നെ ഗവൺമെൻറ് പോളിസീസ്, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഏരിയകൾ കൊണ്ടുവന്ന് നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് പോവാമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ ഞങ്ങൾ നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ബിലീവ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് ഓൺ ദാറ്റ്. പക്ഷേ സാർ ആ ജേണി ഓൾറെഡി പോയിട്ടുള്ള ആളാണ്, അപ്പോൾ മേ ബി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനം. ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്നുള്ളത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ ആവണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്നിൽ മാർക്കറ്റിനെ കുറിച്ച് അനിൽ ജോഷിയാണ് നിങ്ങളുടെ പ്ലേ ബുക്ക്. അനിൽ ഇവിടെ വന്ന് ഈ പറഞ്ഞ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഇത്രയും സ്റ്റാർട്ടപ്പുകളുടെ ഒരു ലിസ്റ്റ് അനിലിന് കൊടുക്കുന്നു. ഇതിനകത്ത് നിന്ന് കുറച്ച് പേരെ മാത്രമേ അനിൽ കാണുന്നുള്ളൂ. ആ കണ്ട ആൾക്കാരിനകത്ത് നിന്ന് ഈ നെല്ലും പതിരും തിരിയെന്ന് പറയുന്ന പോലെ ഈ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് സംസാരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ട്. അതൊരു ഫിനാൻഷ്യൽ ഒരു ഓക്യുമെന്റ് എന്ന് പറയുന്ന സാധനമാണ് ഒരു പരിധി വരെ. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രദീപിന് അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അതിനൊരു ടെക്നിക്കൽ അഡ്വൈസറായിട്ടോ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടോട്ട് നമ്മളിപ്പോൾ അനിൽ ജോഷിയുടെ അടുത്ത് ഹെൽപ്പ് ഗൈഡ് ചെയ്യണം തുടങ്ങിയാൽ ഹി വിൽ ഹാപ്പിലി ഗൈഡ്, ബിക്കോസ് ഹി ഹാസ് മെയ്ഡ് ഹിസ് മണി ഫ്രം കേരള, സോ ഹി ഈസ് വെരി കീൻ ടു പ്ലേ ദാറ്റ് പാർട്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അതിപ്പോൾ പ്രത്യേകം അറേഞ്ച് ചെയ്യാമല്ലോ. സോ അതെല്ലാം പ്രശ്നം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണെന്ന് പറയുന്നത് ലൈക്ക് പീപ്പിൾ ലൈക്ക് ദം, ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ നിങ്ങൾക്ക് ഈ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവർ 2 പേര് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ദാറ്റ് ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ടുള്ള സമയത്ത് എനിക്ക് ഇവർ 2 പേരും കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഈ 2 പേരെയും പരമാവധി യൂസ് ചെയ്തതിന് ഒരുപക്ഷെ അവരെന്നെ അടിച്ചതിന്, അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ഹാപ്പി ആയിട്ട് വൺ ഓഫ് ദീസ് തിങ്സ് വുഡ് ഹാപ്പൻ. ഇപ്പൊ യു നോ ദ സ്റ്റോറി ഓഫ് ചാർജ് മോഡ്. ചാർജ് മോഡ് പോലത്തെ ഒരു ചാർജ് മോഡ് സ്റ്റാർട്ടപ്പ് ഫ്രം കേരള, കോഴിക്കോട് 2 കുട്ടികളുടെ സ്റ്റാർട്ടപ്പാണ്. അവരാണ് ഇപ്പൊ KSEBയുടെ കംപ്ലീറ്റ് EV ചാർജിങ് സിസ്റ്റംസ് സെറ്റപ്പ് ചെയ്യും, പോസ്റ്റിലും മറ്റേ ഇതൊക്കെ ചെയ്യുന്നത്. ചാർജ് മോഡ് പോലത്തെ ഒരു കമ്പനി അവർക്ക് ഇദ്ദേഹത്തിന്റെ ഈ ബാറ്ററി ടെക്നോളജി ഒരു കമ്പനിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ it is symbiotic relationship. Yes, sure. That will go to a very 2 പേരെ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബാറ്ററി ടെക്നോളജി എങ്ങനെയാണ് പോവുക, ഏതാണ് നല്ല ടെക്നോളജി എന്നുള്ള കാര്യത്തിന് ഈ പിള്ളേരെ അഭിപ്രായം വെച്ച് മുമ്പോട്ട് പോകാനൊന്നും പറ്റില്ല. അതിന് കുറച്ചുകൂടെ ഒരു എക്സ്പെർട്ടീസ് ഉള്ള R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഒരു മെക്കാനിസം നമുക്ക് വേണ്ടി വരും. പക്ഷെ ഇതേപോലെ വളരാൻ വെമ്പി നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിന് ആ സ്റ്റാർട്ടപ്പിന്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് സപ്ലൈ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ഇവരുടെ കണക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ഈ മറ്റേ ഭാരത് മാട്രിമോണത്തെ ഒരു മാച്ച് മേക്കിംഗ്. കൊള്ളാവുന്ന സ്റ്റാർട്ടപ്പുകളെ കൊള്ളാവുന്ന എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുകളുമായിട്ട് ലിങ്ക് ചെയ്യുക. ഇവരുടെ ഒരു ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ടോളറൻസ് ലെവലും അറിയാം. ഇപ്പൊ നേരത്തെ ഗോഡ്വിൻ പറഞ്ഞില്ല, അവർക്ക് ഈ വോളിയം ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. ഈ 5 to തിൻ മാർജിൻസിൽ ഓപ്പറേറ്റ് ചെയ്ത് പക്ഷെ വോളിയം ബിസിനസ്സാണ്. സ്റ്റാർട്ടപ്പുകളുടെ നേരെ തിരിച്ചാണ്. അവരുടെ ഈ ഇന്നോവേഷൻ ആണല്ലോ അവരുടെ. അപ്പൊ ഇന്നോവേഷന്റെ മാർജിൻ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ DNA. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരിക്കലും സാധാരണഗതിയിൽ ചേരത്തില്ല നോർമൽ കേസ്. പക്ഷെ ചില പ്രത്യേക മേഖലകൾ നിങ്ങൾ ചെയ്യില്ല. അത് കണ്ടുപിടിച്ച് ട്വീക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമറ്റ്യൂസിന് ചെയ്യാൻ കഴിയുന്നത്. ബിക്കോസ് അതിന് കുറച്ച് എഫേർട്ടുണ്ട്, നല്ല എഫേർട്ടുണ്ട്. ആ എഫേർട്ട് കൊടുത്തിട്ട് പറ്റിയ ആൾക്കാരെ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പിന്നെ സ്റ്റാർട്ടപ്പുകൾ ഇപ്പം നിങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ എനിക്ക് 10 സ്റ്റാർട്ടപ്പുകളുടെ ഞാൻ ഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേണമെന്ന് പറഞ്ഞിട്ട് 1000 പേര് വരും. നിങ്ങൾക്ക് PSC പരീക്ഷ പോലെയായി പോകും, മറ്റേ നടക്കത്തില്ല. അത് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് വേ ഓഫ് ഇപ്പം കേട്ടോണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 7 സ്റ്റാർട്ടപ്സിനെങ്കിലും
പ്രദീപിന്റെ മനസ്സിൽ വരുന്നു. ആ വർക്കായിരിക്കും കേരളത്തിലെ മിസ്സിംഗ് ആയിട്ടൊരു എലിമെന്റ് അതാണ്. അത് ഗവൺമെന്റിനോ സ്റ്റാർട്ടപ്പ് മിഷനോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇൻഫോർമലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ തിങ്ക് ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇപ്പോഴത്തെ CEO അനൂപ് ഇസ് വെരി ഗുഡ് ബിക്കോസ് പുള്ളിക്ക് ഒരു ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട്. പുള്ളി ഒരു കമ്പനി നടത്തി, കമ്പനി വിറ്റ് പൈസ ഉണ്ടാക്കിയ കക്ഷിയാണ്. അപ്പോൾ ഇൻഡസ്ട്രി നന്നായിട്ട് അറിയാം. പുള്ളിയുടെ ഫേസ്ബുക്കിൽ കേരളത്തിലെ ഒരു 50 സ്റ്റാർട്ടപ്സിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സീരീസ് ഓഫ് പോസ്റ്റ് ചെയ്തിരുന്നു. സത്യത്തിൽ ഭയങ്കര ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് കാരണം മുമ്പോട്ട് പോകാൻ പറ്റാതെ നിയർ ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ്. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ കുറച്ച് പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഒരു അടിപൊളി വണ്ടി എടുക്കുക എന്ന ആ യൂത്തിന്റെ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ അടിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ജെൻസിയെ വളർത്തുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉള്ളതാണ് സ്റ്റാർട്ടപ്പ്. അതിനൊരു ഒരു മാനസികമായ തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. So it is much better to have an intermediary work for this, and that is ഒരു അതേപോലെ നേരത്തെ പറഞ്ഞു പല സ്റ്റാർട്ടപ്സും ഫെയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഫെയിൽ ചെയ്യുന്നതോടുകൂടി അവർക്കൊരു കുറച്ചുകൂടി ഒരു റിയാലിറ്റി ടച്ച് വരും. ഈ ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇസ് ദ ബെസ്റ്റ് എംപ്ലോയീസ് ദാറ്റ് യു കൻ എവർ ഗെറ്റ്. നിങ്ങൾക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരൊരു സ്റ്റാർട്ടപ്പ് നടത്തിയിട്ടുണ്ട്, പൊളിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ 3 ഷോർട്ട് ലിസ്റ്റ് അവരുടെ കഴിഞ്ഞതുപോലെയാണ് പ്രാക്ടിക്കലി. അങ്ങനെയുള്ള ആൾക്കാരെ യൂസ് ചെയ്തിട്ട് അപ്പൊ ഈ പ്രദീപിന്റെ പ്രദീപ് ഒരു ഫെയിൽഡ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. പക്ഷെ പ്രദീപ് ആ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് പ്രദീപ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന കാലം മുതൽ ഇതുപോലെ എനിക്ക് ആ പുള്ളിയുടെ എവല്യൂഷൻ എനിക്ക് കാണാം. എത്രമാത്രം മെച്യൂർഡായി, എത്രമാത്രം അടി കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു പദം വരുമല്ലോ, അതൊക്കെ ആ ഒരു ധൈര്യവും ആ ഒരു വ്യത്യാസമാണ്. സോ യു ആർ ദ ഐഡിയൽ പേഴ്സൺ ടു ലുക്ക് അറ്റ് ഫ്രം ദ സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ. യു ആർ ഓൾസോ ദ ഐഡിയൽ പേഴ്സൺ ടു പെർഹാപ്സ് ലുക്ക് അറ്റ് ഫ്രം ദ ഒരു സീസൺഡ് ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ട് ഈ ഒരു എഫക്റ്റീവ് സാധനം ചെയ്യാൻ നിങ്ങൾ പറ്റിയ പാർട്ടിയാണ്. ഇതിനൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. നമ്മളിപ്പോൾ സാർ ഈ പറഞ്ഞ ഒരു വിഷൻ, അതായത് ഇൻഡസ്ട്രീസിനെയും സ്റ്റാർട്ടപ്പുകളിലെയും കണക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കണക്ട് ചെയ്യുക, ഇത് നമ്മുടെ ഒരു വലിയൊരു ഗോളാണ്. നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആൽബി ഹീ ഈസ് ആക്ച്വലി ഇൻവെസ്റ്റഡ് ഇൻ മോർ ദാൻ 70 സ്റ്റാർട്ടപ്പ് അക്രോസ് മൈക്രോ വെഞ്ചർ അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളായിട്ട്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഹീ ഈസ് നോട്ട് ഇൻവെസ്റ്റഡ് ഇൻ എനി സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ, ബട്ട് ഹീ ഈസ് അക്യൂർഡിങ് കമ്പനി. ഇഫ് ഹി ഇൻട്രസ്റ്റഡ് ഹി ജസ്റ്റ് ഗോ ആൻഡ് അക്യൂർ. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അപാകത, പിന്നെ നമ്മുടെ പ്രോസസ്സുകൾ. അപ്പോൾ വെൻ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ ബി എ ടെക് ഡ്രിവൺ കമ്പനി. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ടെക്നോളജി സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്തു. നമ്മളതിൻ്റെ ഓരോ സ്റ്റാർട്ടപ്പിനെയും നമ്മൾ ചൂസ് ചെയ്യണതിന് കംപ്ലീറ്റ് പ്രോസസ്സ് ഡ്രൈവ് ചെയ്തു. അതിന് നമുക്കിപ്പോൾ അറൗണ്ട് 8ഓളം ആൾക്കാർ അതിനുവേണ്ടി കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എന്നിട്ട് നമുക്കിപ്പോൾ അറൗണ്ട് ഇപ്പോൾ വന്നേക്കുന്നത് അറൗണ്ട് 420ഓളം സ്റ്റാർട്ടപ്പുകളാണെന്നാണ് ഇപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്ത് വന്നേക്കുന്നത്. അതിൽ ഞങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അത് 10 to 1 കോടി രൂപയുടെ റേഞ്ചിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അറൗണ്ട് 7 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അറൗണ്ട് ഇപ്പം ഇന്ന് വന്നേക്കുന്ന നമ്മുടെ ഇൻക്യുബേഷൻ സ്റ്റേജിൽ ഏർലി ഐഡിയ സ്റ്റേജിലുള്ള അറൗണ്ട് 10ഓളം ഫൗണ്ടേഴ്സ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3ഓളം സ്റ്റാർട്ടപ്പുകളിൽ അത് 3 crores 4 crores 5 crores ആയിട്ട് പുറത്തത്തെ ഗ്ലോബൽ എക്സ്പാൻഷനുള്ള രീതിയിലായിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് വേറൊരു സംഭവമാണ് നമ്മൾ നെറ്റ്വർക്കിംഗ്. സാർ ഈ പറഞ്ഞ പോലെ ഇവർ പല ബിസിനസ്സുകൾ കണക്ട് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ഒരാളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോസഫേഡിനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോസഫേഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രൈറ്റീരിയകൾ ഞങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ജോസഫേഡ് ബാറ്ററി ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലും വന്നിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞങ്ങൾക്കത് മാച്ചിങ് ആയിട്ട് ഞങ്ങൾക്ക് വരുന്ന ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വി ആർ സ്ലോലി വി വാണ്ടഡ് ടു ഗീവ് ദാറ്റ് ലോഗിൻ ടു ദ ഇൻഡസ്ട്രീസ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളും അത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞങ്ങൾ കാണുന്നത് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ബിസിനസ്സുകളായിട്ട് മേ ബി പവിഴത്തിലേക്ക് ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ പവിഴം ഗ്രൂപ്പിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഓരോ ചെറിയ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റുകളും പ്രോബബ്ലി ദർ വിൽ ബി എ ഗുഡ് സ്റ്റാർട്ടപ്പ് ഐഡിയ. ഓക്കെ, അത് ഇറ്റ്സ് ലൈക്ക് എ വെഞ്ചർ സ്റ്റുഡിയോ കൈൻഡ് ഓഫ് മോഡലായിരിക്കാം.
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് കടകളിലേക്ക് സാധനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള വണ്ടികളെ കറക്റ്റ് ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റം കറക്റ്റായി ട്രാക്ക് ചെയ്യണം. ഈ ഒരു ഐഡിയ പ്രോബബ്ലി ദർ ക്യാൻ ബി എ സ്റ്റാർട്ടപ്പ് വിച്ച് ക്യാൻ കം ആൻഡ് ബിൽഡ് ഫോർ യു ഗൈസ് and they can be able to scale. That's one idea. And another such kind of area is like when Godwin is actually going and analyzing, it's like the industry is going towards a healthier ecosystem. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട്, ഫൈബർ കണ്ടൻറ് ഉണ്ട്. മേ ബി ഫൈബർ ഇപ്പോൾ നമ്മുടെ അരിയിലേക്ക് പറഞ്ഞ റൈസ് ബ്രാൻ ഓയിലുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഫൈബർ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു റാൻഡം തോട്ടാണ്. അപ്പോൾ ഈ റൈസ് ബ്രാൻ വെച്ചിട്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റും, ആൾക്കാർ കുടിക്കാൻ. അപ്പോൾ ഫൈബർ റിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്തുകൊണ്ട് മേ ബി ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ കൂടിയും നമ്മുടെ ഈ എക്കോസിസ്റ്റമായിട്ട് കുറച്ചും കൂടി എടുത്തിടുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ക്യാൻ ബി ഗിവൻ ആസ് എ വർക്ക്. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സിന് വാലിഡിറ്റി ഉണ്ടോ, ദെൻ ദേ ക്യാൻ ഗോ ആൻഡ് റിസർച്ച് ആൻഡ് കം ബാക്ക്. അപ്പോൾ അങ്ങനെ കം ബാക്ക് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് എൻ ഐഡിയ, യെസ് ഇറ്റ്സ് പോസിബിൾ. Then next stage is that we can get into some founders and you can give us a problem statement, maybe Startup Nation or we or anybody. Then they can be able to come and say that yes, this is a problem statement we are looking at, we can be able to get into that. Then there is actually another potential ആയിട്ടുള്ള another startup-ൻ്റെ evolution-ഉള്ള ചാൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയകൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റികളോ ദർ ക്യാൻ ബി എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓപ്ഷൻ. അതല്ലാതെ പിന്നെ അടുത്തതായിട്ട് സാറ് പറഞ്ഞ പോലത്തെ മറ്റു ഓപ്ഷൻസ്, ഫോർ എക്സാമ്പിൾ ചാർജ് മോഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രോബബ്ലി അവർ മാർക്കറ്റിൽ പോയി ചിലപ്പോൾ ഒരു പക്ഷേ 100 ആൾക്കാരോട് ചോദിച്ച് 99 ആൾക്കാർ റോങ് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും, ബിക്കോസ് ദേ ഡോണ്ട് നോ ദ ഇൻഡസ്ട്രി. പക്ഷേ അവിടെ ഒരു കോറിഡോർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ഡയറക്ട്ലി കം ആൻഡ് മേ ബി സം ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേ ബി അതൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബ്ലി ആ ഒരു നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർ മാറ്റിക്കുന്ന ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ചില വലിയൊരു ഇമ്പാക്റ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിൽ പ്രതീക്ഷിക്കുന്നു. എനി ഫൈനൽ തോട്ട്സ്? ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യണ നമ്മളിപ്പോൾ എപ്പോഴും ഈ ബിസിനസ്സിൽ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ വെറുതെ കാലത്തിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ കാണുന്നത് അതിനേതെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്സാണ്, അതൊരു തോട്ടാണ്, അതൊരു സ്റ്റാർട്ടപ്പാണ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടാക്കണ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി ട്യൂബുലർ, നമ്മുടെ ഈ ട്യൂബുലർ ബാറ്ററി എന്ന് പറയും, ഈ ഇൻവെർട്ടറിനും UPS-നൊക്കെ ഉപയോഗിക്കുന്നതിന് കേരളത്തിൽ 23 കമ്പനിയുണ്ട്, ഈ ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. കർണാടക ഇതിനും 4 ഇരട്ടിയുള്ള സ്ഥലമാണ്, അവിടെ ആകെ 6 കമ്പനിയുള്ളൂ. തമിഴ്നാട് നമ്മളെക്കാളും വളരെ സ്റ്റേറ്റാണ്, അവിടെയും 5-6 കമ്പനിയുള്ളൂ. പക്ഷേ കേരളത്തിൽ 23 കമ്പനിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ഓവർ സപ്ലൈ ആണ്. ഇപ്പം ഞങ്ങളുടെ ഈ ട്യൂബുലർ ബാറ്ററി ഇൻഡസ്ട്രി അതൊരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയിലേക്ക് ചിലപ്പോൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെള്ളം ഒഴിക്കണം, അതിന് കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ വെയിറ്റ് ഒക്കെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങി വേറെ വി ക്യാൻ ചേഞ്ച്. അപ്പോൾ ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ മോട്ടീവ് പവർ എന്ന് പറയും. ഈ നമ്മുടെ ഈ ഫോർക്ക് ലിഫ്റ്റിൽ ഡീസലായിരുന്നു ഇത്ര നാളും. ഇപ്പോൾ എല്ലാ ഫോർക്ക് ലിഫ്റ്റുകളും പ്രോബബ്ലി ഇവരുടെ ഗോഡൗണിലൊക്കെ എനിക്ക് തോന്നുന്നു ബാറ്ററി ഓപ്പറേറ്റഡ് ഫോർക്ക് ലിഫ്റ്റ് ആയിരിക്കും. ആണോ? ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വി-ഗാർഡിൻ്റെ ഗോഡൗൺ അങ്കമാലിലുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാ ഗോഡൗണുകളിലും ഈ പുറത്ത് ഉപയോഗിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ് മാത്രമേ ഇപ്പോൾ ഡീസൽ ലിറ്റുള്ളൂ. ഉള്ളിൽ ഉപയോഗിക്കുന്നതൊക്കെ ഡീസൽ ബാറ്ററി ഓപ്പറേറ്റഡാണ്. അപ്പോൾ ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ ബാറ്ററി ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ആരും ചെയ്യണില്ല. അപ്പോൾ ഞങ്ങളത് പതുക്കെ ചെയ്യാനായിട്ട് അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ബഗ്ഗീസ്, ഇപ്പോൾ എല്ലായിടത്തും ബഗ്ഗീസ്. ഇപ്പോൾ ഈവൻ രാജഗിരി തന്നെ നോക്കണ്ട, രാജഗിരി ഹോസ്പിറ്റൽ നമ്മുടെ അടുത്തുള്ള എല്ലാവരും പോയിട്ടുണ്ടാവും. അവിടെ നോക്കണമെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു 10-15 ബഗ്ഗീസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ എല്ലായിടത്തും ബഗ്ഗീസ് ആയി തുടങ്ങി, എല്ലാ ഹോട്ടലുകളിലും അവിടെയൊക്കെ. ഈ ബഗ്ഗീസിൻ്റെ ബാറ്ററി ഒരു പ്രത്യേകതരം ബാറ്ററിയാണ്. അപ്പോൾ അവിടെയും ഇപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ആരും ചെയ്യണില്ല ബഗ്ഗീസിനുള്ള ബാറ്ററികൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേഖലകളിൽ ഇപ്പോൾ ഞങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ഒന്നും കൂടി ബിസിനസ് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം ഉള്ളതിൽ തന്നെ അങ്ങനെ പിന്നെയും നമ്മൾ ഡെപ്തിൽ പോയി. കാരണം ഏറ്റവും വലിയ പ്രശ്നം അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യക്കാരുടെ ആയാലും പ്രത്യേകിച്ച് മലയാളീസിൻ്റെ അടുത്താണ്. ഒരുത്തനൊരു പരിപാടി തുടങ്ങി, ഒരാളൊരു പരിപാടി തുടങ്ങി കുറച്ച് മെച്ചപ്പെട്ടു തന്നെ അപ്പം തന്നെ അങ്ങാപ്പുറത്താവൻ ആ സാധനം തന്നെ തുടങ്ങും. നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ ആയിരിക്കും പോയി അത് തുടങ്ങണേ, അവിടുത്തെ മാനേജറായിട്ട് പോണത്.
അപ്പോൾ ഇത് ഇവിടെ ഒരു കോമൺ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കുറേ കൂടി ഫാസ്റ്റായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് ബാക്കിയുള്ളവർ ചെയ്യാത്ത മേഖലകളിൽ നമ്മൾ ഇപ്പോൾ ജോയ് ഗ്രഫിൻ എന്നും പറഞ്ഞിട്ട് ക്രൈസ്റ്റ് കോളേജിലൊരു പ്രൊഫസർ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റില്ല, പുള്ളി സ്വന്തമായിട്ട് എന്തോ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് ഇപ്പോൾ ഗ്രഫീൻ വളരെ ഒരു വില പിടിച്ചതും വളരെ ടെക്നിക്കൽ അഡ്വാൻസസ് ആണ് ഗ്രഫീൻ. പുള്ളി അത് എന്തോ ഒരു പരിപാടിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് ജോയ് ഗ്രഫീൻ എന്നാണ് വേണ്ടി ഇപ്പോൾ ഇതിലത്തെ കിട്ടും, ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പണ്ട് നട്ടും ബോൾട്ടൊക്കെ അഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തുരുമ്പൊടി സാധനം അഴിക്കാനായിട്ട് ഇത് W1 അങ്ങനത്തെ ഒരു V1 W1 എന്ന് പറഞ്ഞാൽ എന്തൊരു ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ലൂസായി പോവും. ഈ പുള്ളി ചെയ്തേക്കണ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ അത് ഡ്രൈ ആയി പോവും. ഇപ്പം നമ്മളൊരു ബെയറിങ്ങിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനകത്ത് ഒരു മെഷീനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ W1 ഉപയോഗിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. ഈ പുള്ളിയുടെ അത് ഉണങ്ങിപ്പോവില്ല, ഇദ്ദേഹം ചെയ്തേക്കണത് ഉണങ്ങിപ്പോവില്ല. അത് ആ ലൂബ്രിക്കേഷൻ അങ്ങനെ നിലനിൽക്കും. ഇപ്പം അതിന് ഭയങ്കര ഡിമാൻഡാണ്. അതൊരു ഒറ്റപ്പാലത്ത് അവിടെ ഒരു സ്ഥലത്ത് ഇപ്പം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കേരളത്തിൽ നന്നായിട്ട് പോണ ഇതുപോലത്തെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ട്, നന്നായിട്ട് പോണ യൂണിറ്റുകളുണ്ട്. പിന്നെ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ബിസിനസ്സും അതൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രികളുടെ കൂടെ അടുത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് വർക്ക് ചെയ്യാൻ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു രീതി പറയണം. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി കൺവെർസേഷൻ എല്ലാവർക്കും ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആവും. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന 2 പ്രോജക്റ്റാണ്. വൺ ഇസ് ദി കൊക്കോ ഫാക്ടറി എന്ന് ഞാൻ ബ്രാൻഡ്. അവരെന്താ ചെയ്യുന്നത്, ഞങ്ങളെന്താ കോക്കനറ്റ് ചെയ്യണം, വി ആർ ഡൂയിങ് അറൌണ്ട് 500 മെട്രിക് ടൺ ഓഫ് കോക്കനറ്റ് ഓയിൽ ഇൻ എ ബിഗ് സ്കെയിൽ, വളരെ ഫൈൻ മാർജിൻ. പക്ഷേ ഈ കോക്കനറ്റിൽ തന്നെ കുറെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ട് അതിന്റെ ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടി. അതായത് ഈ കോക്കനറ്റിനൊക്കെ സോപ്പ്, ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വാട്ടർ, അങ്ങനെ കുറെ പ്രീമിയം പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രീമിയം പ്രോഡക്ട്സ് നല്ല ഗ്രോസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളെ പോലെ റീറ്റെയിലേഴ്സിലല്ല, ഇതിന് പ്രീമിയം സ്റ്റോർസ് അല്ലെങ്കിൽ ആമസോൺസ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ വാട്ട് വി ഡു, ഞങ്ങൾ ഈ ഓയിലിന്റെ ഫ്രം പ്രൊക്യൂർമെന്റ് ടു മാനുഫാക്ചറിങ് ഓഫ് ഓയിൽ ഞങ്ങൾക്ക് മൊത്തം കൺട്രോൾ ഉണ്ട്, ബിക്കോസ് വി ആർ ഇൻ ടു ദാറ്റ് ഇൻഡസ്ട്രി. അപ്പൊ ഞങ്ങൾ ആ റിസോഴ്സസ് ഈ കൊക്കോ ഫാക്ടറിയിൽ നിന്ന് കമ്പനിക്ക് ഷെയർ ചെയ്ത് അവരെന്താ വെച്ചാൽ ഈ കോക്കനറ്റിൽ നിന്ന് ഈ പ്രീമിയം പ്രോഡക്ട്സ് ചെയ്ത് ഓൺലൈനിൽ കൂടെ അക്രോസ് ദി വേൾഡ് സെല് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മെയിൻ പാർട്ട്, ബിക്കോസ് വാട്ട് യു ടോൾഡ് ഇസ് റൈറ്റ്. ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് വളരെ ഫൈൻ മാർജിൻ, ഹൈ വോളിയം. സ്റ്റാർട്ടപ്സ് നേരെ തിരിച്ചാണ്, വളരെ നല്ല മാർജിനാണ്, ലോ വോളിയം. അപ്പൊ പക്ഷെ അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് നല്ല കോക്കനട്ട് ചിലപ്പോൾ പ്രൊക്യൂർ ചെയ്യാൻ പറ്റില്ല, അവർക്ക് വളരെ ലോ വോളിയാണ്. ചിലപ്പോൾ ഒരു 100 kgs മതിയായിരിക്കും ഒരു മാസം. അപ്പൊ അവിടെ ഞങ്ങളുടെ എക്സ്പെർട്ടി ഉപയോഗിച്ച് ഞങ്ങൾ പ്രൊക്യൂർമെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഫൈനസ്റ്റ് ക്വാളിറ്റി ഇങ്ങനത്തെ ബ്രാൻഡുകൾക്ക് കൊടുത്ത് ദേ ക്യാൻ മേക്ക് എൻ റിയലി വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അത് ദേ ക്യാൻ സെൽ അക്രോസ്. ചിലപ്പോൾ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം, ചിലപ്പോൾ ഓൺലൈൻ യൂസ് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസ് ചെയ്യാം. ദാറ്റ് ഇസ് ദി വൺ വേ വി ഡു. പിന്നെ ഞങ്ങളെ പോലെ ഇപ്പൊ ഇൻഡസ്ട്രികൾക്ക് എല്ലാവർക്കും ബോയിലേഴ്സ് ഉണ്ട്. ഈ ബോയിലേഴ്സിൽ നിന്ന് കത്തിക്കണ ഇതിന്റെ ആഷ് അതൊരു ഡിസ്പോസ് ചെയ്യാൻ പാടായ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ഈ ഫാമർ ലാൻഡ് ഫില്ലിന് ഉപയോഗിക്കുന്ന സാധനം. അതൊരു വാല്യൂ ആഡഡ് ആയിട്ട് ഒരു ഫെർട്ടിലൈസർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ വി ആർ ഏബിൾ ടു വർക്ക് വിത്ത്, ബിക്കോസ് എല്ലാം ഇൻഡസ്ട്രി ഞങ്ങളെ പോലുള്ള പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ബോയിലേഴ്സ് ഉണ്ട്. ഈ ബോയിലേഴ്സിന്റെ ആഷ് ഫെർട്ടിലൈസർ ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്കെയിൽ ഓഫ് ഡൂയിങ് തിങ്സ് ആർ റിയലി ബിഗ്. ബട്ട് ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയ കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാലും മൾട്ടിപ്പിൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് വേണ്ടിയല്ല, അക്രോസ് ദി ഇൻഡസ്ട്രി ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഇങ്ങനത്തെ ഇന്ററാക്റ്റീവ് സെഷനിൽ യു ക്യാൻ ടോക്ക് വിത്ത് മീ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ക്യാൻ വർക്ക് വിത്ത്. അപ്പൊ ഇത് ഒരു സസ്റ്റൈനബിളി ഫോർ ദി കൺട്രി എല്ലാവർക്കും ഇതിനൊരു യൂസ് ഉണ്ടാവും. കമ്പനികളാണെങ്കിൽ ഇതിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണമെന്ന്, ബിക്കോസ് ഈ ആഷ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ലൈബിലിറ്റിയാണ്. അപ്പൊ ഇതിലൊരു വാല്യൂ ആഡഡ് ചെയ്യുമ്പോൾ എന്തായാലും കമ്പനീസ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് ഇങ്ങനെ പൊട്ടൻഷ്യൽസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ ഇൻഡസ്ട്രികളിലായാലും ഇങ്ങനത്തെ അൺസർട്ടൺ ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഗോൾഡൻ പറഞ്ഞതിനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് ഇവിടെ. നമ്മുടെ കോക്കനട്ടിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പൽമോര ഇവിടെ ഇല്ലേ, അതിനുണ്ട്. ഇതാണ് അവൻ്റെ ഗോള്. അവനിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഐഡിയ. നമ്മുടെ ഇൻക്യുബേഷൻ്റെ പാർട്ടാണ്. ഈസ് ട്രൈങ് ടു ഡു കോക്കനട്ടിൻ്റെ ഇതിൽ നിന്ന് പ്രീമിയം പ്രൊഡക്ട്സ് ഉണ്ടാക്കി പ്രീമിയം ആയിട്ട് സെല് ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. സോ വി ക്യാൻ കണക്ട്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. സാർ എനിക്ക് ഒരു 2 കാര്യം. ഒന്ന്, നിങ്ങളുടെ ഒരു കാർപ്പറേഷൻ നിങ്ങൾ ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് വിച്ച് അതേഴ്സ് ആർ നോട്ട് ഡൂയിങ്.
ഇൻക്യുബേഷൻ ഇവിടെ എല്ലാ കേരളത്തിൽ 96 ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. സോ ഡോണ്ട് ഗെറ്റ് ഇൻ ഇൻക്യുബേഷൻ പെർസെ. ഈ മാത്രമല്ല ഈ മൊത്തത്തിൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫ്രെയിംവർക്ക് ഉണ്ടോ, യു നോ ദാറ്റ് വെരി വെൽ. അതിനകത്ത് അവർ അബ്സോർബ് ചെയ്യുന്നതിനോട് അവരെടുത്തോട്ടെ. അതിനകത്ത് ഇതൊരു പ്രോബ്ലം വന്ന് അടുത്ത സ്റ്റേജിൽ മുമ്പോട്ട് പോകാതെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അവരെ ക്യൂറേറ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു വണ്ടി ഓടുന്നുണ്ട്, ആ വണ്ടിക്കകത്ത് വാല്യൂ ആഡഡ് സർവീസ് നിങ്ങൾ കൊടുക്കുന്നു. അപ്പൊ കുറച്ച് ആൾക്കാരെ ഇതിനകത്ത് വന്ന ആൾക്കാരെ ക്യൂറേറ്റ് ചെയ്തെടുത്തിട്ട് ക്യൂറേറ്റ് ചെയ്ത ഗ്രൂപ്പിന് ഈ പറഞ്ഞതുപോലെ എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രീസിന്റെ ഇപ്പൊ ഗോഡ്വിൻ പറഞ്ഞത് എക്സലന്റ് എക്സാമ്പിൾ ആണ്. അവർക്ക് അവരുടെ വോള്യൂംസ് കാരണം അവർക്ക് സപ്ലൈ ചെയിനകത്ത് അല്ലെങ്കിൽ സപ്ലയേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ അടുത്ത് ഒരു റിലേഷൻ കമാൻഡ് ചെയ്യാൻ പറ്റും. ആ റിലേഷൻഷിപ്പ് കമാൻഡ് ചെയ്ത് അതാണ് അവരുടെ ഒരു സ്ട്രെങ്ത്, വിച്ച് ഇസ് നോട്ട് നമുക്ക് ക്വാണ്ടിഫൈബിൾ അല്ലാത്തൊരു സ്ട്രെങ്ത് ആണ്. ആ സ്ട്രെങ്ത് ലിവറേജ് ചെയ്ത് ഒരു കമ്പനിക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നൊരു കോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് അടുത്ത് പറഞ്ഞത് ഹി ക്യാൻ സീ വെദർ ദാറ്റ് വിൽ വർക്ക് ആക്കും. അത്തരത്തിലുള്ള പ്രോസസ്സാണ് വരേണ്ടത്, പ്രാക്ടിക്കലി വരേണ്ടത്. അല്ല ഗവൺമെന്റ് പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ അദ്ദേഹം പറഞ്ഞതുപോലെ രാവിലെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ദിവസവും ഓരോ പ്രോബ്ലം കാണും, ഈ ഓരോ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനെ കുറിച്ച് ആലോചിച്ച സൊല്യൂഷൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല. പോയിന്റ് നമ്പർ 1. അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗവൺമെന്റ് ഫാദർ ചോദിക്കുന്ന നിനക്ക് ചെയ്താൽ പോലെ ചോദിക്കും. അപ്പൊ വേറൊരാളെ ചെയ്യിക്കാനുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു മെന്റാലിറ്റി സ്പേസ് കൊടുക്കാനുള്ള സ്ഥലം, അത് രണ്ടും ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും. സോ യു നീഡ് ടു അസസ് വിത്ത് ദം ഇവർക്ക് എത്രത്തോളം സ്പേസ് കൊടുക്കാൻ പറ്റും, എത്രത്തോളം ലിവർ ചെയ്യാൻ പറ്റും. മറ്റേത് ഒരു ഇൻക്യുബേഷൻ വഴി വന്ന് ഒരു സ്റ്റേജ് വരെ ഓടിയ ശേഷം അവരെ ഒന്ന് ക്യൂറേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ദാറ്റ് വുഡ് ബി ഒരു മിസ്സിംഗ് ഗ്യാപ്പാണ്. അത് നന്നായിട്ട് വിൽക്കും. ഇപ്പോൾ ഞാനിപ്പോ എനിക്ക് ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ബാറ്ററിയുടെ ഇപ്പൊ ചാർട്ട് ബോർഡ് പോലത്തെ ഒരു ഫെസിലിറ്റി വിച്ച് ഹാസ് പ്രാക്ടിക്കലി ഇന്ന് അവന് ഇന്ത്യക്കകത്തുള്ള 12 സ്റ്റേറ്റിലോട്ട് എക്സ്പാൻഡ് ചെയ്യാം. അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആ മോഡ് ഫിക്സ് ചെയ്യാൻ അതിനകത്തൊരു അതിപ്പോ പൈസ ഒരു ഇൻവെസ്റ്ററുടെ പൈസ എടുക്കുന്നത് പോലെയല്ല ഈ ടെക്നോളജി അറിയുന്ന ഇതില് ഈ മേഖല വർക്ക് ചെയ്യുന്ന ഒരാളെ എടുക്കുന്നത്. അങ്ങനത്തെ ഒരു മോഡാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. Okay, thank you panelists for your very detailed and from your heart ഉള്ള ആൻസറുകളായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. So once again, thank you everyone for your precious input.